കാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല. കാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല. കാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അകലാത്ത രോഗങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ പൊറുക്കാത്ത പാപങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അഴിയാത്ത ബന്ധനമില്ല. കാരുണ്യത്തിൻ മുൻപിൽ കുറയാത്ത ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. കർത്താവേ ആരാധന, കർത്താവേ മഹത്വം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവസ്നേഹത്തോടെ ഗായസോട് ചേർന്ന് നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്തി കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാം.
ബത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എന്റെ മോചക. കരങ്ങൾ ഉയർത്തിയടിച്ചു. ബത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എന്റെ മോചക. യേശുനാമം എന്റെ ആശ്രയം, ആശ്രയത്തെ നേടും എന്റെ ആശ്വാസം. നിന്റെ ജനമായി തൂകിനി എന്റെ വേദനകൾ സൗഖ്യമാക്കണേ. ശക്തിയോടെ കരടിക്കാം. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. നിന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. ഉച്ചത്തിൽ പാടാം. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. അത് യേശുവായിരുന്നു എന്റെ രക്ഷയായിരുന്നു. അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. അത് യേശുവായിരുന്നു എന്റെ രക്ഷയായിരുന്നു. അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങി നിന്നു. കൈകൾ ഉയർത്തിയടിയാടിയാ. ബത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എന്റെ മോചക. ശക്തിയോടെ ബത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എന്റെ മോചക. രണ്ട് കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ രോഗികളായിട്ടുള്ള എല്ലാ മക്കളെയും കർത്താവിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ സാക്ഷികളാക്കി നിർത്തണമേന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവയുടെ ശക്തി അവരിൽ നിർത്തണമേന്ന് പ്രാർത്ഥിക്കുന്നു. ചാട്ടവാറുകൊണ്ടു പ്രഹരമേൽക്കവേ ചീച്ചിയില്ല കോപമെന്റെ നായകൻ. ചാട്ടവാറുകൊണ്ട് പ്രഹരമേൽക്കവേ ചീറ്റിയില്ല പോലും എന്റെ നായകൻ. ഉച്ചത്തിൽ പാടാം. ചാട്ടവാറുകൊണ്ടു പ്രഹരമേൽക്കവേ ചീച്ചിയില്ല കോപമെന്റെ നായകൻ. അവൻ ശാന്തനായിരുന്നു, അതിശക്തിയായിരുന്നു. അവൻ എന്റെ കോപത്തീയണച്ചു നിന്നു. അവൻ ശാന്തനായിരുന്നു, അതിശക്തിയായിരുന്നു. അവൻ എന്റെ കോപത്തീയണച്ചു നിന്നു. കൈകൾ ഉയർത്തി. ബത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എന്റെ മോചക. ഉച്ചത്തിൽ ചേർന്ന് പാടാം. ബത്സയിദ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എന്റെ മോചക. കൈകൾ ഉയർത്തി ഉയർത്തി. യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വം. കൈകളടിച്ച്. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. എന്നെ ചുറ്റും
രക്ഷയായിരുന്നു അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയിരുന്നു. അത് യേശുവായിരുന്നു, അത് രക്ഷയായിരുന്നു, അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയിരുന്നു. കൈകൾ ഉയർത്തി ബത്സയിദ ദിവ്യകാരുണ്യമായി ജീവനുള്ള സാന്നിധ്യമായി നമ്മളോട് കൂടെ വസിക്കുന്ന അവിടുത്തെ വലിയ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. മരിയൻ ഉടമ്പടി വഴി നിത്യതയുടെ കവാടം നമുക്ക് തുറന്നു തന്ന ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ പിതാവിന് നന്ദി പറയാം. കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം ഉടമ്പടി നിബന്ധനകൾ കൂടുതൽ ദൈവസ്നേഹത്തോടെയും വിശ്വസ്തയോടെയും പാലിക്കുവാനുള്ള കൃപ ഓരോ ഉടമ്പടി ആരാധനയിലും അധികമായി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ സഹോദര വിദ്യ നമ്മുടെ വിഷയങ്ങളേക്കാൾ അപ്പുറത്ത് ഒത്തിരിയേറെ വിഷമസന്ധികളിലൂടെ കടന്നു പോകുന്ന മക്കള് ഈ ആരാധനയിൽ വിവിധ സമയങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. ആ മക്കളെ എല്ലാം നമുക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരുടെ വിവിധങ്ങളായ വിഷയങ്ങൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ വിഷയങ്ങൾ ആരാധനാ മണിക്കൂറിൽ ഒരു നിമിഷം നമുക്ക് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്ന ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ നമുക്ക് പ്രത്യേകമായിട്ട് ഈ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛനിലൂടെ ഉടമ്പടി എന്ന വലിയ പ്രാർത്ഥനയും കൃപാസനം എന്ന വലിയ ദൈവിക പദ്ധതിയും വെളിപ്പെട്ട് കിട്ടിയതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒത്തിരി മക്കളെ ഇനിയും നിത്യതയുടെ അവകാശികളാക്കുവാൻ മരിയൻ ഉടമ്പടി എന്ന ഈ വലിയ പ്രാർത്ഥന
ഈശോയെ ഇടയാക്കണമേ എന്ന് ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ വിവിധ ജീവിത ദുരിതങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മക്കളെ ഒരു നിമിഷം ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു ആരാധന അവസാനത്തെ അവലംബമായി പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ഈശോയെ അവരുടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പുതിയ ജീവിത വഴികൾ ജീവിതത്തിൽ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ഈശോയുടെ നാളിതുവരെ നമുക്ക് ലഭിച്ച എല്ലാ സ്നേഹത്തിനും കൃപയ്ക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസ്നേഹത്തോടെ ഒരു നിമിഷം ഈശോയെ ഓർത്ത് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടിയുടെ ധ്യാനത്തിൽ എനിക്ക് തോന്നണത് നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയണത് ദൈവ അനുഭവത്തെക്കുറിച്ചാണ്. ഇപ്പം നിങ്ങൾ ജോലി വേണം, വീട് വേണം, വിവാഹം നടക്കണം, ജപ്തി നടപടി ഒഴിവാകണം, അങ്ങനെ ഒത്തിരിയേറെ സങ്കടം വരുന്ന ഒത്തിരിയേറെ ജീവിത വിഷയങ്ങളോട് നമ്മൾ ഏറ്റുമുട്ടുകയല്ലേ. കച്ചവടം നടക്കുന്നവർക്ക് ഇപ്പം ബിസിനസ്സിലുണ്ടാകുന്ന തകർച്ച, ശരിക്കും തോന്നുന്നത് ദൈവത്തിന് ഒരു സെക്കൻഡ് മതിയെന്ന് തോന്നണേ നമ്മുടെ വിഷയം പരിഹരിക്കാൻ. ഒരു സെക്കൻഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത് 33 കോടി രൂപ കടമുണ്ടെന്നാണ്. 33 കോടി രൂപ കടം. അപ്പോൾ വെള്ളച്ചീട്ടിലാണല്ലേ ഈ കുടുംബ പ്രശ്നങ്ങൾ പറയുന്ന വെള്ളച്ചീട്ടാണ് അല്ലേ. അതായത് കടാവിൻ്റെ ഒരു പരീക്ഷക്കാർക്ക് കുങ്കുമ നിറമുള്ള അല്ലെങ്കിൽ ഓറഞ്ച് നിറമുള്ള സീറ്റായിരിക്കും. +1കാർക്ക് +2കാർക്ക് നീല നിറമുള്ള ചീട്ടാണ്. ആ ചീട്ട് കടം പറയാം വിഷയം. അപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ പറയുന്നത് വെള്ളച്ചീട്ടിലാണ്. വെള്ളച്ചീട്ട് വായിച്ച് നോക്കിയപ്പോൾ എഴുതിയിരിക്കുന്നത് 33 കോടി രൂപ കടമാണ്. അപ്പോൾ അതുമാത്രം എഴുതിയിട്ടുള്ള എൻ്റെ അടുത്ത് 33 കോടി രൂപ കടം. അപ്പോൾ ഞാനത് ചോദിച്ചു, ഇത് എന്താണിത്, പരിഹാരം എന്തെങ്കിലും മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചു. കാര്യം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് സ്വാഭാവികമായിട്ട് നടക്കേണ്ട സ്വാഭാവിക
സൊല്യൂഷനാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഡിവൈൻ സൊല്യൂഷനുണ്ട്. അയാൾക്ക് വേണ്ടത് മാനുഷിക സൊല്യൂഷനല്ലേ വേണ്ടത്. അപ്പോൾ അതിന് സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായിട്ട് ചേർന്ന എന്താണ് സൊല്യൂഷനാണ് മനസ്സിലുള്ളതെന്ന് ചോദിച്ചു. അമ്മയടുത്ത് വന്ന് പറയണ മുമ്പ് നമ്മളത് ചോദിക്കുമല്ലോ. അത് ചിലത് ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, അച്ഛാ ഗൾഫിൽ എൻ്റെ ഒരു ഓർഡർ റിജക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അത് 32 കോടി രൂപയുടെ ഓർഡറാണ് റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. കമ്പനി വരെ സ്കോഷായിപ്പോയി, സ്മാഷ്. അത് കമ്പനി നിലവില്ലാത്ത രീതിയിൽ കമ്പനി ലോക്ക്ഡൗൺ ആയി. അതാണ് പ്രശ്നം. അപ്പോൾ അത് ഒരു മെയിൽ അയാൾക്ക് കഴിഞ്ഞ ദിവസങ്ങൾ വന്നായിരുന്നു. നിങ്ങളുടെ റിജക്റ്റ്, നിങ്ങൾ ഓർഡർ പ്ലാസ്റ്റിക് എന്തോ ഉണ്ടാക്കി കൊടുക്കണ ജോലിയാണ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ അദ്ദേഹം പുതിയ സിസ്റ്റം അനുസരിച്ച് യൂറോപ്യൻ ഓർഡറിന് പറ്റുന്ന രീതിയിലുള്ള പുതിയ യന്ത്രങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഉൽപ്പന്നത്തിൽ മികവുണ്ടാക്കി ഒക്കെ വന്നപ്പോൾ ഓർഡർ പോയി. ഉൽപ്പന്നത്തിൽ മികവ് യൂറോപ്യൻ വിപണി കൊടുക്കാൻ പറ്റിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഓർഡർ ഖത്തറിലെ ഓർഡറാണ് പോയിരിക്കുന്നത്. അപ്പോൾ 33 കോടി രൂപ കടവായി. അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് നമ്മളിത് വിഷയം കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത്. അതിന് ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞത് ഓർഡർ പോയെച്ചാന്ന് പറഞ്ഞത്. ആ കമ്പനിയും പോയെന്ന്, നമുക്ക് ഓർഡർ തന്ന കമ്പനിയും പോയെന്നാണ്. അപ്പോൾ ഇത് വന്ന് ഞാൻ അമ്മയോട് ഇതുപോലെ അങ്ങനെ പറയും, അവൻ്റെ ഓർഡർ തിരിച്ചു കൊടുക്കണം. കാര്യം തിരിച്ചു കൊടുക്കാൻ വല്ല മാർഗമുണ്ട്? കമ്പനി തന്നെ ഇല്ലാത്ത സ്ഥിതിക്ക് ഓർഡർ എങ്ങനെ തിരിച്ചു കൊടുക്കണത്? പക്ഷെ നമുക്കറിയാം ആരോടാണ് നമ്മൾ പറയണതെന്നത് നമുക്കറിയാം, എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്നും അറിയാം. ഇങ്ങനെ ദൈവത്തിലേക്ക് വരുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയണം. എവിടെയാണ് വന്ന് നിൽക്കുന്നത്, ആരോടാണ് പറയണത്, എന്താണ് പറയണത്, ഈ വിഷയത്തെക്കുറിച്ചൊക്കെ നമുക്കൊരു മിനിമം നോളജ് ഉണ്ടാകണം. ഇനി പറയണ രീതിക്ക് നമുക്കതിനുള്ള ഒരു കപ്പാസിറ്റി എപ്പോഴും എൻ്റെ മക്കളുണ്ടാക്കിയെടുക്കേണ്ടത് ദൈവവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ ഇല്ലെന്ന് ഞാൻ പറയണില്ല, പക്ഷേ നിങ്ങളുടെ വിഷയവുമായിട്ടാണ് പേഴ്സണൽ റിലേഷൻ ഉള്ളത്. ഉടമ്പടി പരാജയപ്പെടുന്നതിൻ്റെ കാരണം നമ്മൾ ആ വിഷയവുമായിട്ട് നമുക്ക് പേഴ്സണൽ റിലേഷൻ, വ്യക്തിപരമായ റിലേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എന്തുമായിട്ടാണ്? നിങ്ങളുടെ വിഷയം, ജോലി പോയെന്ന ആ വിഷയവുമായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതി, നിങ്ങൾ പരീക്ഷ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല, എഴുതിയെല്ലാം തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം. അയ്യോ തെറ്റാണല്ല, ഇതിൻ്റെ റിസൾട്ട് എന്ത് കുളവാകുമല്ലോ. അപ്പോൾ വിഷയവുമായിട്ടാണ് നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ ഉള്ളത്. ഇതൊരു പാരഡൈം ഷിഫ്റ്റിൽ വരണം, നേരെ തിരിച്ച് വരണം. യുക്കട്ടെടുത്ത് വരിക എന്ന് പറയില്ല, അതുപോലെ എന്താണ് വിഷയവുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്താണ് ദൈവവുമായിട്ട് ബന്ധം. ഉടമ്പടിയിലെ ഫോർമുല എല്ലാം നിങ്ങളെ ദൈവവുമായിട്ട് പേഴ്സണൽ ബന്ധപ്പെടുത്തുന്ന ഫോർമുലയാണ് ഉള്ളത്. വിഷയവുമായി ബന്ധപ്പെടുത്തുന്ന ഫോർമുലയൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം വളരെ മൈൽഡ് പ്രാർത്ഥനകളാണ്. അല്ലാതെ കാറിക്കൂവി ബഹളം ഉണ്ടാക്കി സ്തുതിച്ച് പറച്ച് തല്ലി വീഴണ അങ്ങനെയുള്ള കലാപരിപാടികളൊന്നും ഉടമ്പടി പ്രാർത്ഥനകളില്ല. എന്നാൽ ഞാൻ പ്രൊമോട്ട് ചെയ്യത്തുമില്ല. കാര്യം ആ ഒരു സ്ഥലമല്ല ഇത്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുമായിരിക്കുക, നിങ്ങളൊക്കെ കേട്ട് സ്തുതിച്ച് വിറച്ച് തല്ലി വീഴണമെന്ന്. ഇവിടെ വീഴാൻ സമ്മതിക്കുക. വീണ് കഴിഞ്ഞാൽ അപ്പം അത് പൊക്കിക്കൊണ്ട് വെള്ളം കൊടുക്കുക, അതിനേ ഉള്ളൂ. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റിലേഷൻസ് ദൈവവുമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അത് ദൈവത്തിന് തോന്നണം സത്യസന്ധമാണെന്ന്. നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം പോരാ, ദൈവത്തിന് തോന്നണം ഈ റിലേഷൻ സത്യസന്ധമാണെന്ന് തോന്നണം. കാര്യം ഇവിടെ പ്രോബ്ലം എപ്പോഴും വന്നിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയണത്, എല്ലാവർക്കും ദൈവമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഇഷ്യൂ ബേസ്ഡ് വരുമ്പോൾ നിങ്ങളുടെ സ്വന്തം സ്വഭാവം കാണിക്കും. കൃപാസന ഒരു ആധ്യാത്മികമായ കളരി എന്ന രീതിയിൽ അവിടെ പഠിക്കേണ്ടത് എങ്ങനെയാണ് ദൈവമായിട്ടൊരു ഇൻട്രാക്ഷൻ സാധിക്കേണ്ടത് എങ്ങനെയാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിഷയം വന്നാൽ നമ്മളുടെ കയ്യിൽ അസ്ഥിഭദ്രത പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇന്ന് വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞ് ഇവിടെ നിൽക്കി, ഇന്ന് അളിയൻ വരും, അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ബന്ധുക്കൾ വരും, സ്വന്തം അത് ഇന്നിവിടെ നിൽക്ക്,
നമുക്ക് അടുത്ത ഞായറാഴ്ച പോകാമല്ല ഉടമ്പടി ധ്യാനത്തിന് എന്ന് പറഞ്ഞ് നിങ്ങളെ പിടിച്ച് തെച്ച് വിചാരിച്ചോ, വീട്ടിൽ ഉള്ളവർ പിടിച്ചു നിർത്തും. അവരുടെ ഉദ്ദേശം അവിടെ നിൽക്കുക എന്നുള്ളത് തന്നെ അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ഉണ്ടാവും. അത് ദൈവികമായ ഉദ്ദേശമായിരിക്കത്തില്ല, മാനുഷികവും കുടുംബപരമായ ഉദ്ദേശമൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടായി ദൈവത്തിനടുത്ത് വരികയും അപ്പോൾ അതിനൊരു പോയിൻ്റ് ഉണ്ട്. ഇനി എന്താ കാര്യം? നിങ്ങൾക്ക് അവിടെ വീട്ടിൽ നിൽക്കാൻ കഴിയുമായിരുന്നിട്ടും അതിന് സമ്മർദ്ദം ഉണ്ടായിട്ടും നിങ്ങൾ അവിടെ നിന്ന് വന്ന് ദൈവവചനത്തെ അതിനേക്കാൾ പ്രാധാന്യമായിട്ട് കരുതിക്കൊണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇതിൻ്റെ പേരിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മുടെ തന്ത തന്നെ നമ്മുടെ തന്തയ്ക്ക് വിളിച്ചെന്ന് വരും. തന്തമാർ തന്നെ നമ്മുടെ തന്തയ്ക്ക് വിളികൾ വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ സന്തോഷത്തോടെ കേട്ട് അതൊക്കെ അക്കൗണ്ടിലാക്കി വീണ്ടും ഒരു പോയിൻ്റ് ഉണ്ടാക്കും. നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്. ഇതൊരു യുദ്ധമാണ്. എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ളത് ദൈവവുമായിട്ട് ഒരു എന്താണെന്നറിയാമോ, ദൈവത്തിന് ഒരു പ്രശ്നമുണ്ട് വെച്ചാൽ ദൈവം എന്തെങ്കിലും ക്രൂഷ്യൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ദൈവം റിപ്പോർട്ട് അപ്പോൾ മാത്രമേ പേഴ്സണൽ റിപ്പോർട്ട് പറയത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ക്രൂഷ്യൽ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ മാത്രമേ ദൈവം നിങ്ങളുടെ പേഴ്സണൽ ദൈവം എന്താ എഴുതി വച്ചിരിക്കണമെന്ന് കാണിക്കത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക പ്രശ്നമുണ്ടായി, നിങ്ങളൊരു ക്രൂഷ്യൽ ഇഷ്യൂലായി, നിങ്ങൾക്ക് ദൈവത്തെ വിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ദൈവം നിങ്ങളെ സഹായിച്ചാൽ മാത്രമേ നിങ്ങൾ നിലനിൽക്കത്തുള്ളൂ. അതാണ് ക്രൂഷ്യൽ ഇഷ്യൂ എന്ന് പറയുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് ഈ ക്രൂഷ്യൽ ഇഷ്യൂ എന്നൊക്കെ പറയുമ്പോഴേ വല്യപ്പന്മാരൊക്കെ എന്നെ രൂക്ഷമായി നോക്കുന്നത്, വല്ല തെറി വല്ലതും ആയിരിക്കും അത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു വലിയ പ്രശ്നം ഉണ്ടായി വരുമ്പോഴേ അത് ദൈവം കനിഞ്ഞാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അങ്ങനെ ഒരു എഡ്ജിലാണ്, അറ്റത്താണ് നമ്മൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ ദൈവം ഉടനെ പേഴ്സണൽ ഡയറി കാണിക്കും. നമ്മൾ അവിടെയാണ് പ്രശ്നം. നമ്മളെക്കുറിച്ച് എഴുതി വെച്ചിരിക്കണ കാണിക്കും. കാര്യം പല സമയത്ത് നമ്മൾ ദൈവത്തിന് പണി കൊടുത്തിട്ടുണ്ട്. തിരിച്ച് നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി, നമ്മുടെ താല്പര്യത്തിന് വേണ്ടിയും അഭിരുചിക്ക് വേണ്ടിയും നമ്മൾ ദൈവത്തിൻ്റെ മറന്ന് വേറെ കാര്യങ്ങൾക്ക് താല്പര്യം കൊടുത്ത് പോയിട്ടുള്ള ഒത്തിരി ചരിത്രങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മോസസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങൾ. അപ്പോൾ ദൈവം പറഞ്ഞു, മോസസിനെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട, ഐ നോ ഹിം എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. അത് പറയണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 33:17. ഇത് കേട്ടെ. പുറപ്പാട് 33:17 എന്താ പറയണേ? കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. ഇതാണ് പ്രശ്നം. നീ എൻ്റെ പ്രീതി നേടുക എന്ന് മരപ്പെട്ടിക്കും പറ്റും. പക്ഷേ അവസാനം പറഞ്ഞത് ഇത്തിരി പെസകാണ്. എന്താണ്? നിന്നെ എനിക്ക് ഫോർ ഗുഡ് ഓർ ബാഡ്, നന്നായിട്ടായാലും മോശമായിട്ടായാലും ഐ നോ യു. ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നന്നായിട്ടായാലും മോശമായിട്ടായാലും എനിക്ക് നിന്നെ അറിയാം. അപ്പം മോസസിനെ കുറിച്ച് അറിയാവുന്നത് നന്നായിട്ടാണ്. അതാ വിഷയം. നന്നായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എൻ്റെ മക്കളെ, ഉടമ്പടി എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാം, ഇറ്റ്സ് എ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് പറയും. പേഴ്സൺ ടു പേഴ്സൺ എഗ്രിമെൻ്റാണ്. അതോടുകൂടി നമ്മൾ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്താണ്? ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനം എടുക്കുകയാണ്. നമ്മുടെ വിഷയത്തിനല്ല പ്രാധാന്യം. പിന്നെ എന്താണ്? ദൈവമായിട്ടുള്ള പേഴ്സണൽ ബന്ധത്തിനാണ് പ്രാധാന്യം. ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കണേ. മോസസ് ഈ കണ്ട ജനങ്ങളെ മുഴുവനും ഈജിപ്തിൽ നിന്ന് വിളിച്ചിറക്കി മരുഭൂമിയിലൂടെ കൊണ്ടുപോകുമ്പോഴും ആ മനുഷ്യന് ദൈവത്തോട് മാത്രമായിരുന്നു കൂറ്, ജനങ്ങളോടുള്ള കൂറ്, ദൈവത്തോടെ കൂറ്. അതുകൊണ്ടാണ് ദൈവം പറയണത്, ഒരിക്കൽ മോസസ് സീനായ മലമുകളിലേക്ക് പോയി, പിന്നെ കാണാണ്ടായി. 5-6 ദിവസത്തെക്കുറിച്ച് മോസസിനെക്കുറിച്ച് ഒരു പിടിയുമില്ലാതെ. അപ്പം കുറേ ജനങ്ങൾ പറഞ്ഞ്, ജനങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും പ്രതിപക്ഷം ഉണ്ടാകും, ദൈവത്തിൻ്റെ പ്രതിപക്ഷം.
കുടുംബത്തിലുണ്ട്, നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും ദൈവത്തിൻ്റെ പ്രതിപക്ഷം. ദൈവത്തിൻ്റെ ഭരണകക്ഷ്യം ഉണ്ടാകും, ദൈവത്തിൻ്റെ പ്രതിപക്ഷം ഉണ്ടാകും. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി, കെട്ടിയെടുത്ത് ആലപ്പുഴ പോയില്ല എന്നിട്ട് ഉണ്ടാക്കിയ ഇവിടെ ചോദിക്കൂ, എടി ഞാൻ വേല എടുത്തിട്ടാണ് കഞ്ഞി വെക്കുന്നത്, അല്ലാതെ ഉടമ്പടി എടുത്തിട്ടല്ല. അതാണ് ദൈവത്തിൻ്റെ പ്രതിപക്ഷം. അവനവരോ കൊണ്ടാ. അത് എന്തെങ്കിലും ഈടറവ് വരുമ്പോൾ മാത്രമേ അത് ദൈവത്തിൻ്റെ പ്രതിപക്ഷം വരത്തുള്ളൂ. അല്ലെങ്കിൽ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നുള്ളൂ. നീ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അനുഗ്രഹം കിട്ടി സാക്ഷ്യം പറഞ്ഞു എന്ന് പറഞ്ഞു ഒരു ഓയൊക്കെ വെച്ചാൽ അവിടെ ഇരുന്നോളൂ, കുഴപ്പമില്ല, ഉപദ്രവം ചെയ്യത്തില്ല. പക്ഷേ എന്തെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് എതിരെ സംഭവിച്ചാൽ ഈ പ്രതിപക്ഷം ശക്തി പ്രാപിക്കും. ഉടനെ ആങ്ങളയാകാം, ചിലപ്പോൾ അയൽവാസിയാകാം, അപ്പനാകാം, അമ്മയാകാം, എല്ലാവരും വരും, രംഗത്ത് വരും. അപ്പോൾ അക്കാലങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ട സംഭവിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ ശരിയായിരിക്കുമോ അറിയത്തില്ല എന്ന് പറയരുത്. നിങ്ങൾ സ്റ്റാൻഡ് എടുക്കണം. ദൈവത്തിൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ കോംപ്രമൈസ് ഇല്ലാത്ത, ഒത്തുതീർപ്പില്ലാത്ത സ്റ്റാൻഡ് എടുക്കണം. ഇതെല്ലാം പോയിൻറ്റ്സായിട്ട് മാറും. പോയിൻറ്റ്സായിട്ട് മാറി വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ദൈവം തന്നെ പേഴ്സണലായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമാകും പോലെയുള്ള അനുഭവങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്, മക്കളെ വിഷയത്തെ പ്രാധാന്യം കൊടുക്കരുത്. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ചിന്തിക്കേണ്ട, ദൈവമേ ഞാനും നീയുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമുണ്ടാകാൻ അത് ദൈവാനുഭവത്തിന് വേണ്ടി എന്നെ, മനസ്സിലായില്ലേ? ഉടമ്പടി പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? ദൈവാനുഭവം എന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ ഞാൻ ചെയ്ത ഉടമ്പടി പാലിച്ചുകൊണ്ട് ഞാനും ദൈവവും തമ്മിലെ സ്വകാര്യമായ ഒരു ബന്ധത്തിന്റെ ദൈവിക അനുഭവത്തിനായി എന്നെ സഹായിക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും അപ്പൊ മോസസിനോട് ദൈവം എന്താ പറഞ്ഞത്? എനിക്ക് നിന്നെ നന്നായി അറിയാം. അതെന്താ അറിവെന്ന് പറയണത്? വല്ലാത്ത ഒരറിവാണ്. ദൈവത്തെ നമ്മളെക്കുറിച്ചുള്ള അറിവ്, അതാണ് നമ്മളുടെ ഉടമ്പടിയുടെ ഒരു നിയോഗം എന്ന് പറയണത്. കർത്താവേ എന്നെക്കുറിച്ച് നല്ലതറിയാൻ, നന്നായി അറിയാൻ ഈ ഉടമ്പടിയിലൂടെ എന്നെ സഹായിക്കണമേ. അപ്പോൾ ദൈവത്തിനായിരിക്കണം പ്രാധാന്യം. നിങ്ങളുടെ ജോലി, വീട്, വിവാഹം ഇതൊക്കെ നിസ്സാരമാണ്. ഞാൻ പറഞ്ഞു ആ മനുഷ്യൻ്റെ കാര്യം 33 കോടി രൂപ കടമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതെങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്? നിങ്ങളുടെ മനസ്സിൽ വല്ല ഐഡിയ ഉണ്ടോ? അപ്പോൾ അത് കമ്പനി പൂട്ടിപ്പോയി, ഓർഡർ ക്യാൻസലായി, അതാണ് എൻ്റെ അവസ്ഥ എന്ന് പറയും. ഇപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ കമ്പനി പൂട്ടിപ്പോയി, ഓർഡർ ക്യാൻസലായി. അത്രയാണ് ഞാൻ പറഞ്ഞത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഖത്തറിൽ നിന്ന് വിളി വന്നു, എന്താണ്, നിങ്ങളുടെ ഓർഡർ റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കണം എന്ന്. ഉടമ്പടിയിലൂടെ സമയബന്ധിതമായിട്ട് ഇവിടെ നന്ദി പറയും. ആ മനുഷ്യൻ അപ്പം തന്നെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് പോയത്. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്പീഡാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അത്രയും സ്പീഡാണ്. പൂട്ടിയ കമ്പനി വീണ്ടും തുറപ്പിച്ച് നഷ്ടപ്പെട്ട ഓർഡർ തിരിച്ചു കൊടുക്കാൻ ദൈവത്തിന് സെക്കൻഡുകൾ മതി. പക്ഷെ അതല്ല പ്രശ്നം. ഈ ഒരു ബന്ധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അല്ല ഒരു വിഷയം കഴിഞ്ഞിട്ട് പോയി ഇനി അടുത്ത വിഷയം വരുമ്പോൾ ദൈവത്തോട് ഇടപെടാം. ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായി, നമ്മൾ സാക്ഷ്യം പറഞ്ഞു പോയി, ഇനി അടുത്ത വിഷയം, എന്നിട്ട് പിന്നെ ലോകത്താനായിട്ട് ജീവിക്കും. എന്നിട്ട് പിന്നെ അവസാനം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ വീണ്ടും ദൈവത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയും, എനിക്ക് നിന്നെ അറിയാം എന്ന് പറയും. നിനക്കെന്താണ്? അന്നടങ്ങുന്നവൻ അപ്പൻ. അതാണ് പ്രശ്നം. അതായത് നീ വിഷയം വെച്ചാണ് നീ എന്നോടത്ത് അടുത്ത് വരണത്. നിനക്ക് ഞാനല്ല പ്രശ്നം, വിഷയമാണ് പ്രശ്നം. വിഷയബന്ധിയാണ്, വ്യക്തിബന്ധിയല്ല. ഉടമ്പടിയിൽ എപ്പോഴും വരണ വിഷയം, ദൈവം ഒരു ഉടമ്പടി നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളുടെയും സമ്മർദ്ദങ്ങളെയും ഉടമ്പടിയുടെ ഭാഗമാക്കാൻ കാരണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ ഒരു വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ദൈവികമായ ലക്ഷ്യമുണ്ട്. എന്താണ്? ദൈവവും നിങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ടാകാൻ വേണ്ടിയാണ് ദൈവം നിങ്ങൾക്ക് സാഹചര്യത്തിൽ സമ്മർദ്ദം തന്നിട്ട് അത് ഉടമ്പടി വിഷയമാക്കിയിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം വേണം. എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല,
എന്തിനു വേണ്ടി സംഭവിക്കുന്നു. അതാണ് സങ്കീർത്തനം നമ്മൾ 103:7 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി മഹത്വം. 103-ാം സങ്കീർത്തനം 7-ാം തിരുവചനം. ആ അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. ഒന്ന് പറഞ്ഞ അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. മോശ വീണ്ടും റഫറൻസിൽ വരുന്ന കണ്ട, മോശയും ദൈവവും തമ്മിൽ എന്താ പറയണത്? വഴികളാണ് മോശയ്ക്ക് വെളിപ്പെടുത്തുന്നത്. പിന്നെ ഉള്ള കക്ഷി ആരാണ്? ജനമാണ്, ഇസ്രായേൽ ജനം. ഇസ്രായേൽ ജനത്തിന് എന്താ വെളിപ്പെടുത്തുന്നത്? പ്രവർത്തികൾ. എന്ത് നടക്കുന്നു? ജോലി കിട്ടുന്നു, വിവാഹം നടക്കുന്നു, 20 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്നു, എന്ത് നടക്കുന്നുവെന്നാണ് ജനങ്ങളോട് പറയണത്. പക്ഷേ ദൈവം ഉദ്ദേശിക്കണ ജനങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കാളുപരി മോസസും നീയും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് നീയും ദൈവവും തമ്മിൽ ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നത്. കാര്യം എന്താണ്? പ്രവർത്തികളാണ് ജനത്തിന് വെളിപ്പെടുത്തുന്നത്. മോസസിന് വെളിപ്പെടുത്തുന്നത് എന്താണ്? വഴികളാണ്. എന്തുകൊണ്ട് നടക്കുന്നു? സാധാരണ വഴികൾ. എന്തുകൊണ്ടാണിത് നടക്കുന്നത്? ഈ വിവാഹം എന്താ ഇത്രയും താമസിച്ചത്? നിങ്ങളും ദൈവവുമായിട്ട് അതിൻ്റെ വഴിയിൽ അതിൻ്റെ പേരിൽ ഒരു ബന്ധമുണ്ടാകാൻ വേണ്ടി. എന്താ 20 കൊല്ലം ഉണ്ടാക്കാതിരുന്നിട്ട് ഇവിടെ ആൾക്കാരെ വന്നപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായത്? നീയും ദൈവവും തമ്മിൽ ബന്ധമുണ്ടാകാൻ വേണ്ടി. അതാണ് സംഭവം. അപ്പോൾ പ്രവർത്തികൾ അതായത് പ്രവർത്തികൾ ജനത്തിനാം, വഴികൾ ഇസ്രയേലിനുമാണ്. അപ്പോൾ വഴികൾ മോസസിനുമാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഉടമ്പടി ലക്ഷ്യം വഴികൾ വെളിപ്പെടുത്തി കിട്ടണം. നമ്മുടെ ഓരോ കാരണം, ഇപ്പം നിങ്ങൾക്ക് കടമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് രോഗമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മക്കളില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വഴിയില്ല, വീടില്ല, അതെല്ലാം ഉടമ്പടി വഴി കിട്ടുമ്പോൾ അതെല്ലാം പ്രവർത്തികളെ ആകുന്നുള്ളൂ. പക്ഷെ ദൈവം ഉദ്ദേശിക്കുന്നത് നീ ഉദ്ദേശിക്കുന്ന പ്രവർത്തികളായിരിക്കും. ദൈവം ഉദ്ദേശിക്കുന്ന പ്രവൃത്തിയല്ല, വഴിയാണ്. എന്താണ്? എന്തിനു വേണ്ടിയാണ്? വഴിയില്ലാത്ത എത്രയോ പേര് ലോകത്തുണ്ട്, മക്കളില്ലാത്ത എത്ര പേര് ലോകത്തുണ്ട്, മക്കൾ കല്യാണം ഒക്കാത്ത എത്ര പേര് ലോകത്തുണ്ട്, ജോലിയില്ലാത്ത എത്ര പേര് ലോകത്തുണ്ട്. ദെൻ വൈ യു? അങ്ങനെ ഒത്തിരി പേര് നിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിന്നെ മാത്രം എന്തിന് കൃപാസനത്തെ വിളിച്ചു, നിന്നെ മാത്രം എന്തിന് ഉടമ്പടിയുടെ ഭാഗമാക്കി? അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. എന്താ കാര്യം അത്? അതായത് ദൈവത്തിൻ്റെ വഴിയാണ്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം നീയും ദൈവവും തമ്മിൽ ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടാകുകയാണ് ഉദ്ദേശം. ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന 90% ആൾക്കാർക്ക് ഇതറിയത്തില്ല. അവരോർക്കണ പ്രവൃത്തിയാണെന്നാണ് അവർ ഓർക്കണത്. സാക്ഷ്യം പറഞ്ഞ് അവർ മൂടും തട്ടിപ്പോകും. പക്ഷെ ദൈവം ഉദ്ദേശിക്കുന്ന പ്രവൃത്തിയല്ല, വഴിയാണ്. എന്താണ്? ഈ ഒരു പ്രശ്നം വഴി നീയും ദൈവവും തമ്മിൽ വ്യക്തിപരമായ ബന്ധമുണ്ടാകണം. മനസ്സിലായോ? അതാണ് ഈ സങ്കീർത്തനം 103:7 എന്താ പറയണത്? ദൈവമായ കർത്താവ് തൻ്റെ പ്രവൃത്തികൾ ഇസ്രായേലിനും വഴികൾ മോശയ്ക്കും വെളിപ്പെടുത്തി. പ്രാർത്ഥിക്കർത്താവ് ദൈവമേ, ഉടമ്പടിയിലൂടെ വഴിയാണ് അങ്ങ് വെളിപ്പെടുത്തണമെന്ന് മനസ്സിലാക്കി ഞാനും അങ്ങുമായി മോശയെ പോലെ വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടാകാൻ ഉടമ്പടിയിലൂടെ എന്നെ വിശേഷ വിധിയായി അഭിഷേകം ചെയ്യണം. ഒരു പേഴ്സണൽ ആൻഡ് പർട്ടിക്കുലർ കാറ്റഗറിയിലേക്ക് വരണം. ഉടമ്പടിയിൽ വരുന്ന ഒരു പ്രശ്നം, ജനറൽ കാറ്റഗറി ഉണ്ട്, പൊതുവായിട്ട് വരുന്ന ഒരു കൂട്ടം. അത് ജനത്തിൻ്റെ കൂട്ടമാണ്. ഈ ജനത്തിൻ്റെ കൂട്ടം എന്ന് പറയുമ്പോൾ അനുഗ്രഹം എന്തെങ്കിലും ഭൗതിക സാഹചര്യങ്ങൾ കുറഞ്ഞു പോയാൽ അവരുടനെ അവർ തിരിച്ചു പോകും ദൈവത്തിൽ നിന്ന്. മനസ്സിലായില്ലേ? അതെപ്പോഴും ജനറൽ കാറ്റഗറിയിലുള്ളത് എന്താണ്? ഏതെങ്കിലും സമയത്ത് ഒരു മൈനസ് പോയിൻ്റ് വന്നാൽ വിശ്വാസത്തിൽ തെറിച്ചു പോകാൻ സാധ്യതയുള്ള ആൾക്കാരാണ് ജനറൽ കാറ്റഗറി വരണത്.
പൊതുവായിട്ടുള്ള കാറ്റഗറി. ഈജിപ്തുകാരിൽ നിന്ന് അവരെ കൊണ്ടുവന്നില്ലേ, ചെങ്കടൽ പിളർത്തി കൊണ്ടുവന്നതാണ്. എന്നിട്ട് ആ കക്ഷികൾ പറഞ്ഞു, ഞങ്ങൾക്ക് വിശക്കണേ, ഞങ്ങൾക്ക് ഈജിപ്തിലെ ഇറച്ചി ചട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വായു വെള്ളം ഊറണ്, ഞങ്ങൾക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അടിമത്തമാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് തിരിച്ചു പോയ ദൈവത്തെ വേണ്ട, ഇറച്ചിച്ചട്ടി മതിയെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകാൻ. അപ്പം തിരിച്ചു പോകാനുള്ള ആ വിശ്വാസത്തിൽ നിന്ന്, ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന്, പകൽ തീത്തൂണും രാത്രി തീത്തൂണും പകൽ മെഘസ്തംഭവുമായി നയിച്ച ദൈവത്തിൻ്റെ പരിപാലനയുടെ ആ ഒരു വളരെ കോഡിലായിട്ടൊരു സോണിൽ നിന്ന് തെറിച്ചു പോകാൻ വേണ്ടി ജഡിക മനുഷ്യന് എപ്പോഴും ഒരു പ്രലോഭനം വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ പ്രലോഭനം വന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഡേഞ്ചർ സോണിലാണ്, ഇവനെ എപ്പോഴെങ്കിലുമായിട്ട് ദൈവം എലിമിനേറ്റ് ചെയ്തിരിക്കും. ഒരിക്കലും വിശ്വാസത്തിലും തിരിച്ചു പോകണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, ഏതെങ്കിലും ഭൗതിക സാഹചര്യം ലഭിക്കാതിരിക്കുകയോ, നിങ്ങൾ ആഗ്രഹിച്ച ജോലി, നിങ്ങൾ ആഗ്രഹിച്ച പ്രമോഷൻ, നിങ്ങൾ ആഗ്രഹിച്ച പറമ്പ് നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പ്രാർത്ഥന മുടങ്ങുകയോ ഉടമ്പടിയുടെ നിബന്ധനകൾ മുടങ്ങുകയോ ചെയ്താൽ നിങ്ങൾ തിരിച്ചു പോകുന്ന കൂട്ടത്തിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ, ജനറൽ കാറ്റഗറിയിൽ തിരിച്ചുപോക്കുകാരുടെ കൂട്ടത്തിൽ ഇട്ടിരിക്കുകയാണ്. തിരിച്ചുപോക്കുകാരെന്താണ് പറയണത്? അത് അവർ എന്താ പറയണത്? 16 പുറപ്പാട് 13:3 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പുറപ്പാട് 16:3. ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞു, ഈജിപ്തിൽ ഇറച്ചി പാത്രത്തിന് അടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിന്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയിൽ അവർ വിശ്വസിക്കണില്ല. മറിച്ച് ഇന്നലെയുള്ള കാലങ്ങളിലെ വിശ്വാസരാഹിത്യത്തിൻ്റെ കാലങ്ങളിൽ ദൈവത്തെ മറന്ന് ജീവിച്ചപ്പോൾ ഏത് ബാറിലും അവർക്ക് കയറാൻ പറ്റുമായിരുന്നു. അതാണ് പ്രശ്നം. ദൈവത്തെ മറന്ന് ജീവിച്ച കാലത്തെ ഞായറാഴ്ച തന്നെ അവർക്ക് പള്ളിയിൽ പോകണമെന്ന് നിർബന്ധമൊന്നും ഇല്ലായിരുന്നു. അവർക്ക് ആ സമയത്തൊക്കെ അവർ വേറെ പല അമ്യൂസ്മെൻറ്റുകളും ചെയ്തുകൊണ്ടിരുന്ന കാലമാണ്. ആ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ എപ്പോഴും നമുക്ക് തോന്നും. ഇപ്പം നമ്മൾ തിരിച്ച് വന്നിരിക്കണത് എന്തെങ്കിലും അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അത് കിട്ടാനത് താമസിക്കുകയാണെങ്കിൽ തിരിച്ചു പോകണമെന്ന് തോന്നും. ഇതൊരു പ്രവണതയാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾ തന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ ദൈവം നിങ്ങളേതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് പ്രശ്നം. മോസസിനോട് പറയും, ജനത്തിനെയും ദൈവത്തിനെ അറിയാം, മോസസിനെയും അറിയാം. ദൈവത്തിനെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് ആധ്യാത്മികമായ വിവേചകം എന്ന് പറയുന്നത്. എന്താ കാര്യം? ഈ തിരിച്ചു പോകണമെന്ന് പറഞ്ഞ ജനത്തിന് എന്താ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. തിരിച്ചു പോകണമെന്ന് പറഞ്ഞ ജനത്തിനെ കൊല്ലാനൊന്നും മോസസിനോട് പറഞ്ഞിട്ടില്ല. പക്ഷേ മോസസ് അത് ചെയ്തിരിക്കും. അതാണ് മോസസ്. ഒരിക്കൽ ദൈവത്തിനെ മറന്നുകൊണ്ട് ജീവിച്ചവൻ, ഏതെങ്കിലും ഭൗതിക സാഹചര്യം കിട്ടിയത് കൊണ്ടോ കിട്ടാത്തത് കൊണ്ടോ താമസിച്ചത് കൊണ്ടോ അവൻ പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചാൽ, ഓർക്കുക, ഇന്നല്ലെങ്കിൽ നാളെ അതിന് മറുപടി പറയേണ്ടി വരും. ഒരു സംശയമില്ല. തിരിച്ചു പോകാൻ ചിന്തിച്ചാൽ മാത്രം മതി. ദൈവിക മേഖലയും ദൈവിക കൃപയും ഇന്ന് ഭൗതികമായ നക്കാപ്പിച്ച അനുഗ്രഹത്തിൻ്റെ പേരിൽ അത് കിട്ടിയത് കൊണ്ട് കിട്ടാത്തത് കൊണ്ട് കുറഞ്ഞു പോയത് കൊണ്ട് പ്രാർത്ഥന മുടക്കാവുന്നോ, ദൈവികമായ ജീവിതത്തിൻ്റെ ആ ചൈതന്യത്തിൽ നിന്ന് വിട്ടുപോകാവുന്നോ നിങ്ങൾ ചിന്തിച്ചാൽ പിന്നെ തീരുമാനങ്ങൾ പെട്ടെന്ന് വരും. എന്ത് സംഭവം എന്നറിയാമോ? അത് അറിയണേ. എന്തുണ്ടെങ്കിൽ പുറപ്പാട് 32:7 32:7 പുറപ്പാട് 32:7 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പുറപ്പാട് 32:7 കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഉടനെ താഴേക്ക് ചെല്ലുക. നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചു. പെട്ടെന്ന് ഉടമ്പടിയിൽ നിന്ന് പെട്ടെന്ന് പോകേണ്ട ജനം. സീനായിൽ നിന്ന് ഉടമ്പടി കൊടുത്തതിന് ശേഷം ജനം പെട്ടെന്ന് ഉടമ്പടിയിൽ 6 ദിവസമായിട്ട് മോസസിനെ കണ്ടില്ല. 6 ദിവസമായിട്ട് നമ്മൾ വിചാരിച്ച അനുഗ്രഹങ്ങളിൽ നമുക്ക് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ പെട്ടെന്ന് ഉടമ്പടിയിൽ നിന്ന് പോകും. ആ പെട്ടെന്ന് വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമുണ്ടാ?
നമ്മളെ കാണിക്കണ കാട്ടായമാണ് ആ സംഭവം. നീ താഴേക്ക് ചെല്ലുക. ഒന്നുകൂടെ വായിച്ചത്, കർത്താവ് മോശയോട് അരുളി ചെയ്തു. ഒന്ന് പറഞ്ഞേ, കർത്താവ് മോശയോട് അരുളി ചെയ്തു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഉടനെ താഴേക്ക് ചെല്ലുക. നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം എന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന്, ഉടമ്പടിയാണ്. ഞാൻ നിർദ്ദേശിച്ച മാർഗം എന്ന് പറഞ്ഞ ഉടമ്പടിയാണ്. ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഉടമ്പടിയിൽ നിന്ന് ജഡിക മനുഷ്യർക്ക് പെട്ടെന്ന് വ്യതിചലിക്കാൻ പറ്റും. ഉടമ്പടിയുടെ നിബന്ധനകളിൽ നിന്ന് നിനക്ക് പെട്ടെന്ന് വ്യതിചലിക്കാൻ പറ്റിയാൽ നിന്റെ തല ചോപ്പ് ചെയ്യാൻ സമയമായെന്ന് നടത്താം. എന്നുവെച്ചാൽ ചായ അടിക്കാനല്ല, വെട്ടിക്കളയാൻ. എന്നുവെച്ചാൽ ഞാൻ നിന്നെ ഓഹരിയിൽ നിന്ന് നിന്നെ മാറ്റിക്കളയപ്പോൾ മാസസ് പിന്നെ പറയുന്ന ഭാഗങ്ങൾ താഴെ ഉണ്ടെന്ന് വായിച്ചേ. അവർ ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിന് ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇസ്രായേലെ, നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദേവന്മാർ ഇതാ എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. പണിപാളി കണ്ട, അതായത് ദൈവം ഇത്രയും പരിപാലിച്ച് ഈ ജനത്തിനെ വാഗ്ദാന നാട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ മധ്യത്തിൽ വാഗ്ദാനം പ്രാപിക്കുന്നതിൻ്റെ ഇനി സമയങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴേ ഈ ജനത്തിന് ഉടനെ ജനം പറയണേ, ഒരു ഏതെങ്കിലും ഒരു കാലത്ത്, ഉടമ്പടി കാലത്ത് ഒരു 0 hour ഉണ്ടാകും. ഇത് അപകടം പിടിച്ച സംഭവമാണ്. വിമാനം ഇങ്ങനെ പോയി കണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എയർ പോക്കറ്റ് വരത്തില്ലേ, അപ്പോൾ തന്നെ വിമാനം കുത്തിക്കൊണ്ട് വരും താഴേക്ക്. അപ്പോൾ നമ്മളവർക്ക് ഇപ്പോൾ ഇത് താഴേക്ക് വീഴുമെന്ന്, പിന്നെ അത് നേരെയാകും. അപ്പോൾ ഉടമ്പടി കാലത്ത് ഏതെങ്കിലും സമയത്ത് ഉടമ്പടി എടുത്തതിനേക്കാൾ കഷ്ടമായിട്ടുള്ള ജീവിതാനുഭവങ്ങളുണ്ടാകും നമുക്ക്. ഉടമ്പടിയിലൂടെ നമ്മൾ പോവുകയാണ്. പക്ഷേ ഏതെങ്കിലും ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് നമുക്കുണ്ടായതിനേക്കാൾ ക്ലേശം പിടിച്ച ചില സാഹചര്യങ്ങൾ വരും. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഇതിനകത്തുള്ളതാണത്. ഇപ്പം നോക്കിയാൽ ഉടമ്പടി ജനമാണ്. മോസസിനെ കാണാനില്ല, ദൈവത്തിനെ കാണാനില്ല, പ്രാർത്ഥിക്കാൻ പറ്റണില്ല, പ്രാർത്ഥനയുടെ ഉത്തരമില്ല, എല്ലാത്തിനും പ്രാർത്ഥിക്കുന്നതിന് ഘടകവിരുദ്ധമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനം എന്താ വിചാരിക്കണത്? ജനം ഉടനെ മനസ്സുകൊണ്ട്, അവരാരും നടന്നു പോകാൻ പറ്റത്തില്ല, പക്ഷെ അവർ മനസ്സുകൊണ്ട് തിരിച്ചുപോയി. എന്താ പറഞ്ഞ, മനസ്സുകൊണ്ട് ഞാൻ തിരിച്ചുപോയി. ഒരിക്കൽ തിരിച്ചു പോകണമെന്ന് വിചാരിച്ചവൻ എപ്പോഴായാലും അവൻ തിരിച്ചു പോയിരിക്കും. ഒരിക്കൽ തിരിച്ചു പോകണമെന്ന് വിചാരിച്ചവൻ, ഇപ്പം ചില ആൾക്കാർ നോൻപിന് വെള്ളം അവിടെ നിർത്തിയിട്ടില്ലേ, എന്നിട്ട് ഈസ്റ്ററിനെ ഘോഷിക്കാമെന്ന് പറഞ്ഞിരിക്കണില്ലേ? പേപ്പട്ടി നിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഒരു സംശയമില്ല, നീ ദൈവത്തെ വഞ്ചിക്കുകയാണ്. നീ തിരിച്ചു പോകണമെന്ന് തീരുമാനിച്ചിരിക്കുന്നോ? നോൻപ് കഴിയുമ്പോൾ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നോ? എന്നാൽ പിന്നെ ഇപ്പം അടിച്ചു പൊളിക്കാൻ പറ്റില്ല. നീ എന്താ ദൈവത്തെ പറ്റിക്കണേ? അപ്പോൾ തിരിച്ചു പോകണമെന്ന് തീരുമാനിക്കുന്നവൻ എപ്പോഴായാലും തിരിച്ചു പോയിരിക്കും. ഓർക്കുക, തിരിച്ചു പോകണവൻ പ്രവണത ഉള്ളവൻ്റെ പുസ്തകത്തിൽ ദൈവം എന്നെ നിനക്കറിയാവുന്ന തന്നെ എഴുതിയിരിക്കണത്. നിന്നെ എനിക്ക് അറിയാവുന്ന തന്നെ എഴുതിയിരിക്കണത്. ദൈവത്തിനെ എഴുതാൻ ഒരു വാക്കാണത്. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതുന്ന വാക്കാണത്. എന്താണ്? നിന്നെ എനിക്കറിയാവുന്ന. വേറെ ഒന്നും എഴുതത്തില്ല, വിശദീകരണമൊന്നുമില്ല. ദൈവത്തിൻ്റെ അനന്ത ജ്ഞാനത്തിൽ വിശദീകരണം ടക്കാന്ന് വന്നുകൊണ്ടിരിക്കും. പക്ഷേ എഴുതണ ഇത്രയേ ഉള്ളൂ. എന്താണ്? നിന്നെ എനിക്ക് അറിയാം, അത്ര എഴുത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയതല്ല, കുർബാന സ്വീകരിച്ചപ്പോൾ മയങ്ങിപ്പോയി. പെട്ടെന്ന് ഒരു മനുഷ്യൻ്റെ ഇടത്തെ കയ്യെ വാച്ച് കെട്ടിയിരിക്കുകയാണ്. ഒരു മഞ്ഞ ഡയലാണ്. അതെനിക്ക് ഡയൽ കാണാം. പെട്ടെന്ന് ഒരു തീ ഇറങ്ങിയിട്ട് മഞ്ഞ ഡയൽ കത്തിപ്പോയി. അപ്പം ഞാൻ ഞെട്ടി ഉണർന്ന്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ, കടികാരമാണല്ലോ, കയ്യെ കെട്ടിയ കടികാരമാണല്ലോ കത്തിപ്പോയത്. സമയം തീർന്ന, എൻ്റെ സമയം തീർന്നാന്ന് ഞാൻ ചോദിച്ചത്. കർത്താവിനോട് ചോദിക്കാറില്ല, സമയഘടികാരമല്ലേ, സമയഘടികാരം കത്തിപ്പോയി, അപ്പോൾ എൻ്റെ സമയം തീർന്ന എന്ന് ഞാൻ ചോദിച്ചു. ചോർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വിശ്വാസപ്രമാണം ചൊല്ലി വെച്ചാൽ പറഞ്ഞു, കർത്താവേ, അപ്പോൾ എനിക്കൊരു 4 എന്നും പറഞ്ഞ നമ്പർ എൻ്റെ മനസ്സിൽ കാണിച്ചു ഈശോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ 4 ഫിക്സാണ് കേട്ടോ. ഞാൻ വചനം തുറക്കും, ഈ 4 എന്നുള്ള നമ്പരെ നീ എനിക്ക് സന്ദേശം തരണമെന്ന് പറഞ്ഞ് ഞാൻ വചനം തുറക്കും,
ഈ 4 എന്നുള്ള നമ്പറിൽ നീ എനിക്ക് സന്ദേശം തരണം. നമ്മൾ ദൈവത്തോട് സംസാരിക്കാൻ പറ്റും നമുക്ക്. ഇത് ഉടമ്പടിയിൽ വേറൊരു ലോകമാണ്. ഉടനെ ഞാൻ പശുപ്രവാചനിൽ വചനം തുറന്നപ്പോൾ 2:4 എന്ത് യൂക്കാടെ സുവിശേഷം 2:4 എന്താ പറയണത്? ജോസഫ് എന്ത് ചെയ്ത് പേരെഴുതിക്കാൻ വേണ്ടി തൻ്റെ നഗരത്തിലേക്ക് തിരിച്ചുപോയി. ഗർഭിണിയായ മറിയം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്നാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, കർത്താവ് ജീവൻ്റെ പുസ്തകത്തെ പേരെഴുതിക്കാണെങ്കിൽ ജോസഫിൻ്റെ കൂടെ അമ്മ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, എനിക്കത് മതി. അതാണ്. അപ്പോൾ അവർ ഗർഭിണിയാന്ന് എഴുതിയിട്ടുണ്ട് അതിനകത്ത്. അവർ വാഗ്ദാന പേടകമാണെന്ന്. അവർ വാഗ്ദാന പേടകമാണ്. സ്വർഗത്തിലെ അമ്മ വാഗ്ദാന പേടകമാണെന്ന് എന്നോട് തൈക്കാട്ടുശ്ശേരി വെച്ച് പറഞ്ഞായിരുന്നോ? ഞാൻ ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, സ്വർഗത്തിൽ ഒരാലയം കണ്ടു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പുറപ്പാടിൻ്റെ പുസ്തകം, വെളിപാടിൻ്റെ പുസ്തകം, വെളിപാട് 11:19. വെളിപാട് 11:19. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. പറഞ്ഞ അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു. അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. മിന്നൽ പിണരുകളും ഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. അടുത്ത വരി. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കിരീടം. ഉടമ്പടി പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞത്, മകനെ ഈ 2 വരി 2 അധ്യായത്തിൽ കിടക്കുകയാണ്. ഇത് 2 ഒന്നായിരുന്നു. അധ്യായം ഇട്ടവന് വന്ന പെശകാണെന്ന്, അധ്യായം തിരിച്ചവന് വന്ന പെശകാണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അതായത് 11ഉം 12ഉം ആ വചനം എല്ലാം ഒന്നാണ്. അതായത് സ്വർഗത്തിൽ അടയാളം കാണപ്പെട്ടു, വാഗ്ദാന പേടകം കാണപ്പെട്ടു. പിന്നെ ആ വാഗ്ദാന പേടകം ആരാണ്? ഒരു സ്ത്രീയാണെന്ന്, അവൾ ഗർഭിണിയായിരുന്നെന്ന്. അപ്പം അമ്മയാണ് വാഗ്ദാന പേടകം എന്നാണ് പറയണത്. പ്രൈസ് ദി ലോർഡ്. ഈ വാഗ്ദാന പേടകമായ അമ്മയോടാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതാണ് ഉടമ്പടി മാതാവെന്ന് പറയണത്. എന്നോട് പറഞ്ഞത്, നിൻ്റെ കാലം എപ്പോൾ എത്തിയാലും നിൻ്റെ കൂടെ അമ്മ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതിക്കുന്ന സ്ഥലത്തേക്ക് കൂടെ വരുമെന്നാണ്. ശ്രദ്ധിക്കട്ടെ. ഈ അയറിന് ഇത്രയും ധൈര്യം കിട്ടിയ എങ്ങനെ പറയാം? അനുവെന്നും പറഞ്ഞ ഒരാള് ട്രിവാൻഡ്രത്ത് നിന്നാണ്. ഈ അയറിന് ട്രിവാൻഡ്രത്ത് നിന്നാണ്. അനു ഒരിക്കൽ അയറിനെ കണ്ടപ്പോൾ പറഞ്ഞേ, പ്രാർത്ഥന കൊണ്ട് ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. ഓരോ മനുഷ്യന്മാർ കൃപാസനത്തിൻ്റെ അനുഭവങ്ങൾ സൂക്ഷിക്കണതേ. അയറിനെ കണ്ടപ്പോൾ അനു പറഞ്ഞത്, പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടെന്ന്. അപ്പം അന്ന് തന്നെ ഈ കൃപാസനത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വിഷയമുണ്ട്. അപ്പം നിങ്ങളോർക്കും നിങ്ങൾ ആ അനുവാണ് ഈ കുടുംബം മുഴുവൻ രക്ഷപ്പെടുത്തിയത്. എന്താണ്? ഒറ്റ വാക്കുകൊണ്ടാണ്. അയറിനോട് പറഞ്ഞു, പ്രാർത്ഥന കൊണ്ട് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അത് അവളുടെ തലയ്ക്ക് പിടിച്ച സംഭവം. അതായത് നിങ്ങൾ ക്രിസ്തുവിനെ കൈമാറുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൈമാറുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സുവിശേഷമാവുകയും സുവിശേഷമേകുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തമായി മാറുകയാണ് ചെയ്യണത്. ഇങ്ങനെയാണ് പേഴ്സണൽ റിലേഷൻ വർദ്ധിപ്പിക്കണത്. മനസ്സിലായ? ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് വിളിച്ചു പറയണമല്ല, ദൈവത്തോട് തോന്നണം. മോസസിനെ കുറിച്ച് തോന്നിയില്ലേ? എനിക്ക് മോസസിനെ അറിയാമെന്ന് പറഞ്ഞു. അതാണ് സംഭവം. അത് നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് ദൈവത്തിന് നമ്മളെ അറിയാൻ കഴിയണത്. ഇപ്പം എന്തുകൊണ്ടാണ് മോസസിനെ അറിയാമെന്ന് പറയാൻ കാരണം? അതിൻ്റെ താഴെയുണ്ട്. അതായത് 32, അതായത് പുറപ്പാടിൻ്റെ 32 താഴെ. ശ്രുതികട ഹല്ലേലൂയ 32:14 താഴെ വായിച്ച് ശ്രുതികട ഹല്ലേലൂയ. പുറപ്പാട് 32:14. തൻ്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി. മോശ കൈകളിൽ 2 ഉടമ്പടി പത്രികകളുമായി താഴേക്കിറങ്ങി. പലകകളുടെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു. പലകകൾ ദൈവത്തിൻ്റെ കൈവേലയും അവയിൽ കൊത്തിയിരുന്നത് അവിടുത്തെ കൈയെഴുത്തുമായിരുന്നു. നിങ്ങൾ ഈ ഒരു ഭാഗം വായിച്ച 32:14 നിൽക്കണം നമ്മളെ പുറപ്പാട്. ഇവിടെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
ദൈവം ഈ ജനത്തെ നശിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ മോസസ് ദൈവത്തോട് പട്ടാങ്ങി പറയും. ദൈവത്തോട് പറയും, അങ്ങനെ നീ നശിപ്പിക്കരുത്. നശിപ്പിച്ച ഒരു പ്രശ്നമുണ്ട്. എന്താണ്? വാഗ്ദാന നാട് കാണിക്കാം, അവകാശമായി നൽകാമെന്നും പറഞ്ഞാണ് ഈജിപ്തിൽ നിന്ന് നീ ഇവരെ കൊണ്ടുപോകുന്നത്. അപ്പം നിനക്കതിനുള്ള ദൈവത്തിനുള്ള കഴിവില്ലാത്ത കൊണ്ടാണ് മരുഭൂമി വെച്ച് അവരെ കൊന്നു കളഞ്ഞതെന്ന് ഈജിപ്തുകാർ പറഞ്ഞാൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ലെന്ന് പറയാം. ആര്? ദൈവത്തിന് എന്തെങ്കിലും അപമാനം സംഭവിച്ചാൽ മോശ പറയുകയാണ് ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ലെന്ന്. ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം. ഇവിടെ പ്രശ്നം, നിൻ്റെ കുടുംബത്തിൽ വിശ്വാസം കുറഞ്ഞാൽ, നിൻ്റെ കുടുംബത്തിലുള്ളവരും നിൻ്റെ അറിവിൽപ്പെട്ടവരും ദൈവത്തിൽ നിന്ന് അകന്നു പോണത് കണ്ടാൽ, നിനക്ക് വിഷമം തോന്നിയാൽ, ആ വിഷമം ഏതറ്റം വരെ പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവം നിന്നെക്കുറിച്ച് കുറിച്ച് വെക്കുന്ന വ്യക്തിപരമായ ബയോഡേറ്റ ആയിരിക്കും. അതാണ് ദൈവം പറയണത്. എന്നിട്ട് പറയും? ഉടനെ ദൈവം പറയുകയാണ്, പുറപ്പാട് 32:14, ദൈവം ഈ ജനത്തെ നശിപ്പിക്കുക എന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വന്ന് ആ മോസസിൻ്റെ മാധ്യസ്ഥത്തിൽ ജനത്തെ തെറ്റ് ചെയ്ത് ജനത്തെ ദൈവം വെറുതെ വിടും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇവൻ്റെ മധ്യസ്ഥം വഹിച്ചവൻ്റെ മനസ്സ് തകർന്നിരിക്കുകയും ഇത്രയും നിഷ്കളങ്കമായിട്ട് ഇത്രയും ആത്മാർത്ഥമായിട്ട് ആത്മബന്ധത്തോടു കൂടി ഈ ജനത്തെ ചെങ്കടൽ കടത്തി ഇവിടം വരെ കൊണ്ടുവന്നിട്ട് പോലും ഒരു നിമിഷം ദൈവത്തിന് മോസസിനെ കണ്ടില്ലെന്ന് വെച്ചുകൊണ്ട് നിറക്കേട് കാണിച്ചൊരു ജനമില്ലേ, ഇവരെയും കൊണ്ട് വാഗ്ദാനം നാട്ടിൽ പോകുന്ന പ്രശ്നമില്ലെന്ന് പറയും. എന്നിട്ട് ദൈവം പറയും ഈ കൽപ്പന എന്ന് കാണിച്ചിട്ട് പറയും, ഇതിൽ വിശ്വസിക്കാത്തവരെ, അതുപോലെ തന്നെ ഈ ഉടമ്പടിയുടെ ഭാഗമല്ലാത്തവരും, ഇനി ഈജിപ്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും മാറി നിൽക്കാൻ പറയും. അപ്പോൾ അവരവർക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന്. മോശം നോക്കുമ്പോൾ എണ്ണി നോക്കുമ്പോൾ 3000-ൽ കൂടുതൽ ആൾക്കാർ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ തിരിച്ചു പോകാത്തവരോട് പറയും അവന്മാരുടെ പെടലെടുക്കാൻ പറയും. കാര്യം ദൈവത്തിൻ്റെ മനസ്സ് വേദനിച്ചത്, ദൈവം കരുണയുടെ വിട്ടെങ്കിലും മോസസ് കരുണയുടെ വിടത്തില്ല. ദൈവത്തിന് വേണ്ടി അവനത് ചെയ്തിരിക്കും. അതാണ് മോസസ്. അതുകൂടി വെച്ചുകൊണ്ടാണ് പറയണത് ഐ നോ ഹിം എന്ന്. എൻ്റെ മനസ്സിലൊരു ധാർമ്മിക രോക്ഷമുണ്ടായാൽ അത് ഞാനായിട്ട് കടിച്ചമർത്തിയാലും കടിച്ചമർത്താത്തവനാണ് എൻ്റെ ആത്മബന്ധം, അവനാണ് മോസസ്. എൻ്റെ ഉടമ്പടി ആത്മബന്ധത്തിൻ്റെ ഒരു പ്രത്യേക ശാസ്ത്രമാണ്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി, ആരാധന, മഹത്വം. ഹല്ലേലൂയ. ദൈവബന്ധത്തിന്റെ ആഴങ്ങൾ ഉൾപ്പെടുത്തി തരുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു വിഷയം, ഉടമ്പടിയുടെ നിയോഗങ്ങളായ നമ്മൾ വെച്ചിരിക്കുന്ന ഭൗതിക ആവശ്യങ്ങളെക്കാൾ വലുത് ദൈവമായിട്ടുള്ള വ്യക്തിബന്ധം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മീയ ആവശ്യങ്ങളാണ് ഇതിൻ്റെ കാതലെന്ന് പറയുന്നത്. അതനുസരിച്ചാണ് നമ്മൾ ഇത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഉടമ്പടിക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ സാക്ഷ്യങ്ങൾ പറയാൻ അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് നിത്യത വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ്. ഇത് നിങ്ങളുടെ നാട് കൊണ്ട് അവസാനിക്കണില്ല. നിങ്ങളിവിടെ എല്ലാ തരത്തിലുള്ള മനുഷ്യരുണ്ട്. ചിലരെ കുഴിച്ചിടും, മരിച്ചു കഴിയുമ്പോൾ ചിലരെ കത്തിച്ച് കളയും. എന്തായാലും ആ കുഴിക്കും കത്തിക്കലിനും അപ്പുറത്തേക്കാണ് ഉടമ്പടി നിങ്ങളെ കൊണ്ടുപോകുന്നത്, ദൈവത്തിൻ്റെ നിത്യത വരെ. ശ്രുതിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥികർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഈ ഉടമ്പടിയിലൂടെ അങ്ങയുമായി ആത്മബന്ധത്തിലെ ആഴപ്പെടാനുള്ള പ്രത്യേക വിവേചന അധികാര വെളിപാട് ശക്തി എനിക്ക് നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും നേരം അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവനും ആത്മബന്ധത്തിലെ ദൈവവുമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രേക്ഷിത പ്രവർത്തനങ്ങളും അത് ദൈവത്തോട് വ്യക്തിപരമായ ബന്ധങ്ങളെ ആഴപ്പെടാൻ വേണ്ടി ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് കണ്ടുകൊണ്ട് വേണം ആ വിഷയങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഉടമ്പടിക്കാലം വരെ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും ഒപ്പിച്ച് ഒരു ഫങ്ഷണറി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഉടമ്പടി സ്ലോ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഉടമ്പടി കാലത്ത് ഉടമ്പടിയുടെ ചില നിബന്ധനകളെ ഭംഗന്തരേണം നിറവേറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു താത്വികമായിട്ടും സാങ്കേതികമായിട്ടൊക്കെ ഉടമ്പടി ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോഴും സ്ലോ ആയിപ്പോവും. പലരുടെ ഉടമ്പടിക്ക് അനുഗ്രഹം ഇങ്ങനെ സ്ലോ ആകേണ്ട കാര്യമില്ലേ? ഈ ഉടമ്പടി തരണ കാലത്ത് കർത്താവ് പറഞ്ഞ ഉടമ്പടി ഉടനടി അനുഭവം എന്നാണ് പറഞ്ഞത്. ബിഷപ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ എഴുതാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് മാറ്റിയത്. പിതാവിനെ അനുസരിച്ചുകൊണ്ട് മാറ്റിയതാണ്, അല്ലെങ്കിൽ മാറ്റേണ്ട കാര്യമില്ല എനിക്ക്. പക്ഷെ ഉടമ്പടി ഇപ്പോഴും ഈശോ പറഞ്ഞത് എന്താണ്? കഴിഞ്ഞ ദിവസം അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു ആൾ സാക്ഷ്യം പറഞ്ഞു. നിങ്ങൾ അയ്യപ്പൻ്റെ സാക്ഷ്യം കിടപ്പുണ്ട്. അയ്യപ്പൻ തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പെട്ടെന്ന് ഡിസ്ക് ബൾജായിട്ട് അരക്കെട്ടിന് താഴേക്ക് മൊത്തം മരവിച്ചു പോയി, ശരീരം മൊത്തം മരവിച്ചു പോയി. കുറേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും മരവിപ്പ് തന്നെ. കുറേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് മരവിപ്പ് തന്നെ, മാറ്റമില്ല. മരവിക്കണം എന്ന് പറയുന്നത് വല്ലാത്ത മരവിപ്പാണ്. സൂചി കൊണ്ട് കുത്തിയാൽ പോലും തൊടയിൽ അറിയത്തില്ല. അപ്പോൾ എന്തൊരു മരവിപ്പായിരിക്കും അത്. നടക്കാൻ പറ്റത്തില്ല, കിടപ്പാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മൂത്രം ഒഴിച്ചാൽ പോലും അറിയാതെ അവസാനം മൂത്രം ഒഴിച്ചാൽ പോലും മൂത്രം പോയതായിട്ട് അറിയത്തില്ല. അങ്ങനെ അവസ്ഥയായി. അപ്പോൾ അദ്ദേഹത്തിനോട് പലരോടും പറഞ്ഞു, ഇത് ഈ ഡോക്ടേഴ്സ് കുറേ ചികിത്സ എല്ലാം കഴിഞ്ഞു, പല സ്ഥലത്തും പോയ ആശുപത്രി ഒന്നും ഇവിടെ പേരൊന്നും ഇവിടെ പറഞ്ഞ ആവശ്യമില്ലല്ലോ. അവർക്ക് പോകാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും പോയി. പിന്നെ അവസാനം പറഞ്ഞ് ചിലർ പറയും രോഗമൊന്നും കാണുന്നില്ല, സൈക്കോളജിക്കൽ പ്രോബ്ലം ആണെന്ന് പറഞ്ഞ്. എന്നാൽ പിന്നെ സൈക്കാട്രിസ്റ്റ് അടുത്തും പോയി. എന്നിട്ട് മരവിപ്പിന് മാറ്റമൊന്നുമില്ല, എഴുന്നേക്കാനും പറ്റണില്ല. അവസാനം ആരാണ്ട് ഒരു ടീച്ചർ, അതൊരു മെൻറ്റർ, ആരാ അവർ ജാസ്മിൻ എന്നും പറഞ്ഞൊരു ടീച്ചർ അവരുടെ വീട്ടിൽ ചെല്ലാം, ഉടമ്പടി തേന് കൊടുക്കാൻ വേണ്ടി. അത് കൊടുക്കാൻ ചെന്നപ്പോൾ അവർക്ക് സംശയം തോന്നി, പറയണോ ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ച് പറയണോ? പറഞ്ഞാൽ ഇവർക്ക് എന്ത് തോന്നുമായിരിക്കും, അവരത് ആക്ഷേപിച്ച് കളയുക. അപ്പോൾ അത് സങ്കടമാണ്. മാതാവിനെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർക്ക് പറയുന്നവർക്ക് സങ്കടം വരത്തില്ലേ? പറയണ. പക്ഷേ ജാസ്മിൻ ഇവർ തീർന്നെന്ന് കണ്ടപ്പോൾ, ഇനി ഒരു മാർഗമില്ലെന്ന് കണ്ടപ്പോൾ ജാസ്മിൻ പറഞ്ഞ് കൃപാസനം മാതാവിൻ്റെ അടുത്ത് പോയാൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ഉടനെ അയ്യപ്പൻ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് വീൽ ചെയറിലാണ് വന്നത്. ഉടമ്പടി എടുത്തു, ആൾത്താറിലും വന്ന് പ്രാർത്ഥിച്ചു, മാതാവിനെയും കണ്ട്. അപ്പോൾ ഒരു കൊല്ലമായിട്ട് അനക്കമില്ലാത്ത പയ്യനാണ്. ചേർത്തല ചെന്നപ്പോൾ അവൻ പറഞ്ഞ് വണ്ടി നിർത്തിക്ക്, എനിക്കൊന്ന് ഇറങ്ങി നിൽക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവൻ ഇറങ്ങി നിന്ന് രണ്ട് ചെവിട് നടന്ന്, എന്നിട്ട് പിന്നെ തളർന്നപ്പോൾ പിന്നെയും കയറിയ ആൾ വീട്ടിൽ ചെന്ന്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആദ്യവാരം മാതാവ് സ്വപ്നത്തിൽ വെച്ചാൽ പറഞ്ഞ് ഫെബ്രുവരി 26 കംപ്ലീറ്റ് സുഖമാവെന്ന് പറഞ്ഞവനോട്. 28 ഫെബ്രുവരി 28 കംപ്ലീറ്റ് സുഖമാവെന്ന് പറഞ്ഞ്. അമ്മ പറഞ്ഞ അതേ സമയത്ത് 28 അവൻ നടക്കാൻ തുടങ്ങിയാണ്. ഇതാണ് കൃപാസന അനുഭവം എന്ന് പറയണത്. അപ്പം നമ്മളൊന്ന് മനസ്സ് വെച്ച ഒരു സെക്കൻഡ് മതി ഈ വിഷയം. നിങ്ങൾ ആ സാക്ഷ്യം നോക്കണം. ആ സാക്ഷ്യം കിടപ്പുണ്ട്, അയ്യപ്പൻ്റെ സാക്ഷ്യമാണ് ഈ ആഴ്ചത്തെ നല്ല വലിയ സാക്ഷ്യങ്ങളൊന്നും അതാണ്.
അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനും മരവിച്ച് തീർന്നു, ഇനി ഇവിടെ കിടന്ന് മരിച്ചു പോകത്തുള്ളെന്ന് വിചാരിച്ചാലും അമ്മ വന്നൊന്ന് തൊട്ടാൽ അതോട് ജീവൻ തിരിച്ചു കിട്ടും. അപ്പോൾ ഇതാണ് ഉടമ്പടി എന്ന് പറയണത്. അപ്പോഴും നിങ്ങൾക്ക് അത്രയും വ്യക്തമായ കാര്യമാണെങ്കിൽ ആദ്യമതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അടയാളം കാണട്ടെ, അടയാളം കാണട്ടെ. അയ്യപ്പൻ്റെ മോന് കാണിച്ചല്ല, ആൻ്റപ്പൻ്റെ മോന് കാണിച്ചല്ല, എനിക്ക് കാണിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ നടക്കത്തില്ല സംഭവം. അപ്പോൾ നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ദൈവവുമായിട്ട് ആത്മബന്ധം ഉണ്ടാക്കാൻ നോക്കണം. അപ്പോൾ ദൈവത്തിന് തോന്നണം ദൈവത്തിൻ്റെ മകളാണ്, ദൈവത്തിൻ്റെ മകനാണ്. ഉടമ്പടിക്കാലം കഴിഞ്ഞാലും നീ വിശുദ്ധിയോടെയും ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ ഉടമ്പടി ടൈം ഷോർട്ടായി വരും. അടയാളം കാണാത്തപ്പോൾ അങ്ങേ മഹത്വപ്പെടുത്തി ജീവിതത്തിൽ മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. അതായത് ഉടമ്പടി നമ്മൾ സാക്ഷികൾക്ക് മനസ്സിലാവും, ഉടമ്പടി വിത്തിൻ നോ ടൈമാണ് വർക്കൗട്ട് ചെയ്യണത്. അതിന് മാറ്റമൊന്നുമില്ല. സമയമെന്ന് പറഞ്ഞാൽ സമയത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ദൈവമാണ്. അതുതന്നെ അതിൻ്റെ വിധാതാവും ദൈവം തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായി തീരുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ക്രമീകരിക്കപ്പെടുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഇപ്പോൾ ഉദാഹരണത്തിന് സങ്കീർത്തനം എടുത്ത് 31:15-16 എടുക്കുക. സങ്കീർത്തനം 31:15-16. സങ്കീർത്തനം 31:15-16. എന്റെ ഭാഗധേയം അങ്ങയുടെ കൈകളിലാണ്, ശത്രുക്കളുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എന്ന് പറഞ്ഞ് എൻ്റെ ഭാഗധേയം അങ്ങയുടെ കൈകളിലാണ്. മനസ്സിലായില്ലേ? നമ്മുടെ നിയോഗം എവിടെയാണ് കിടക്കുന്നത്? ഭാഗധേയം ഇവിടെ എന്താണ്? നമ്മുടെ ഷെയർ, നമ്മുടെ അവകാശം, നമ്മുടെ നിയോഗം, നമ്മുടെ അതായത് 31:15 സങ്കീർത്തനം എന്ന് പറഞ്ഞ എൻ്റെ ഭാഗധേയം അങ്ങയുടെ കരങ്ങളിലാണ്, നിന്റെ കരങ്ങളിലാണ്. 6 ഭാഗധേയമാണ് നമ്മൾ നോക്കണം. 6 ഭാഗധേയം, 6 നിയോഗം. അതെന്താണ്? 6ഉം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അപ്പോൾ ദൈവം ടൈം ഷോട്ട് ചെയ്താൽ പെട്ടെന്ന് ടൈം ഷോട്ടാകും. കാര്യം എന്താണ്? സമയം. അത് ഇംഗ്ലീഷ് ബൈബിൾ ഭയങ്കര രസമാണ്. മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ്. ഭാഗധേയം എന്നല്ല കിടക്കണത്. ഇംഗ്ലീഷ് ബൈബിൾ വായിച്ച് നമുക്ക് മനസ്സിലാവും, മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ്. എൻ്റെ സമയം നിൻ്റെ കയ്യിലാണെന്ന്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ് എന്ന് പറഞ്ഞില്ലേ? എന്താണ്? എൻ്റെ സമയം, എൻ്റെ ജോലി കിട്ടുന്ന സമയം, എൻ്റെ വിവാഹ സമയം, മൈ ഡെസ്റ്റിനേഷൻ, എൻ്റെ ഭാഗധേയം, എനിക്ക് മക്കൾ ഉണ്ടാകുന്ന സമയം, അതാണ് നിൻ്റെ കയ്യിലാണെന്ന്. അതാണ് സങ്കീർത്തനം 32:31-15. അതായത് എനിക്ക് ജോലി കിട്ടുന്ന സമയം എവിടെയാണ്? നിൻ്റെ കൈകളിലാണ്. എൻ്റെ വിവാഹ സമയം നിൻ്റെ കൈകളിലാണ്, അല്ലേ? എൻ്റെ പരീക്ഷ വിജയത്തിൻ്റെ സമയം നിൻ്റെ കൈകളിലാണ്. അപ്പോൾ എല്ലാം മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ്. സങ്കീർത്തനം 31:15. ഇനി ദൈവത്തിൻ്റെ കൈകളിലാണ് നമ്മുടെ ഭാഗധേയമെങ്കിൽ, നമ്മുടെ ഓരോ നിയോഗങ്ങൾ നിവൃത്തിയാകുന്ന ടൈമെങ്കിൽ, ഈ ടൈം ഷോർട്ട് ചെയ്യാനുള്ള മാർഗം എന്താണ്? ടൈം ഷോർട്ട് ചെയ്യാനുള്ള മാർഗം എന്താണ്? അത് ജ്ഞാനത്തിൻ്റെ പുസ്തകം എടുത്ത് ജ്ഞാനം 14:13. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. 4:13. ജ്ഞാനം 4:13. ഹ്രസ്വകാലം കൊണ്ട് പറഞ്ഞേ. ഹ്രസ്വകാലം കൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട്, ഷോർട്ട് ടൈം കണ്ടാ. ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. ഒന്നുകൂടെ പറഞ്ഞേ. അത് ഒന്നുകൂടെ പറഞ്ഞേ.
ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. അതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദിവസങ്ങളിൽ വിജയകുമാർ സാറിൻ്റെ ടോക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട അനുഭവ സാക്ഷ്യങ്ങൾ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ അത് നമ്മൾ അപ്പ് ചെയ്തിട്ടുണ്ട്, നോക്കണമേ. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, അതിൽ വരുന്ന വിഷയം ആ വചനം ഒന്നിന് പറഞ്ഞ് ജ്ഞാനം 4:13 എന്താ പറയുക? ആ, ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ ഹ്രസ്വകാലം കൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. അപ്പൊ ദീർഘകാലം കൊണ്ട് നേടേണ്ട കാര്യങ്ങളെ നമുക്ക് ഷോർട്ട് ടൈമിൽ നേടാൻ പറ്റും. ദീർഘകാലം കൊണ്ട് നേടേണ്ട കാര്യങ്ങളെ നമുക്ക് ഷോർട്ട് ടൈമിൽ നേടാൻ പറ്റും. എങ്ങനെ, എന്ത് ചെയ്യണം അതിനു വേണ്ടി? അത് ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിക്കണം. അപ്പം മനസ്സിലായില്ലേ? ഇപ്പോൾ ഉടമ്പടി ഹ്രസ്വകാലമാണ്, 90 ദിവസമേ ഉള്ളേ. ഈ 90 ദിവസത്തിനുള്ളിൽ പൂർണ്ണത കൈവരിക്കണം. അല്ല പുതുക്കിയിട്ട് പത്രം കൊടുക്കാതെ ചെന്നിട്ടിരിക്കരുത്. ചിലർ പറഞ്ഞില്ല, ഞാൻ സാക്ഷ്യം പറയാൻ വന്നിട്ടും പറയുമേ, സാക്ഷ്യമൊക്കെ കിട്ടി, കല്യാണമൊക്കെ നടന്ന് ഞാനേ പത്രം ഇപ്പോഴും കൊടുത്തിട്ടില്ല, രോഗികളെ ഇപ്പോഴും കണ്ടിട്ടില്ലെന്നൊക്കെ പറയും. അതായത് എന്നിട്ട് ഇവർ കെട്ടിയെടുത്ത് കാനഡയിലും അവിടെ യൂറോപ്പിലൊക്കെ ചെല്ലും എന്ന് പറയുമേ, അവിടെ രോഗികളൊക്കെ കാണാൻ ഭയങ്കര പാടാണ്. ഞാൻ പറഞ്ഞ് ദൂരദർശനം കൊണ്ട് പോകും, കാണാൻ പറ്റും. വല്ല കഥ ഓരോ ഉടായ്മ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കണം സാക്ഷ്യം പറയാൻ വേണ്ടി. ഈ ക്യാമറയുടെ കാലിന് പിടിച്ച് തലക്കറി തല്ലണമെന്നാണ്. അതെന്നാ പരിപാടി വെച്ച് കഴിഞ്ഞാൽ, ഇവർ ചെയ്യാത്ത കാര്യം ഇവിടെ പറയുകയാണ്. അതായത് ഈ സമയം വരെ ആ 90 ദിവസം കഴിഞ്ഞ് ദൈവം ഒരു അനുഗ്രഹിച്ചു. ഇപ്പോഴും രോഗികളെ കണ്ടിട്ടില്ല അവർ, ഇപ്പോഴും പത്രം കൊടുത്തിട്ടില്ല അവർ. പക്ഷെ ബൈബിൾ എന്താ പറയണത്? ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചാൽ ദീർഘകാലം കൊണ്ട് ദൈവം ചെയ്യാനുള്ളത് ആ ഹ്രസ്വകാലത്ത് ദൈവം ചെയ്യും. അതാണ് ഉടമ്പടിയുടെ പ്രശ്നം. അത് വിജയകുമാർ സാർ എന്താ പറയാൻ കാര്യം എന്താ അറിയാമോ? വിജയകുമാർ സാർ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ എന്തോ ഒരു പരിപാടിക്ക് വന്നായിരുന്നു ഇവിടെ. ഒരു ദിവസം ഒരു പരിപാടിക്ക് ഒരു രാഷ്ട്രീയ പ്രോഗ്രാം ഉണ്ടായപ്പോൾ വിജയകുമാർ സാർ വന്ന് കഴിഞ്ഞപ്പോൾ പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, അച്ഛാ കാശെല്ലാം ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്, സർക്കാരിൻ്റെ കയ്യിലാണ്. പുള്ളിക്ക് പയറും അരിയൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്ന പരിപാടിയാണ്. നല്ല കാശുണ്ട്, കോടികൾ കിട്ടാനുണ്ട്. പക്ഷേ ഇപ്പം ലോൺ എടുക്കേണ്ടി വരികയാണ്. അതിൻ്റെ പലിശ പോലും ഗവൺമെൻറ് തരത്തില്ല. ഞാൻ കോടതിയിൽ പോയിരിക്കണമെന്ന് പറഞ്ഞു, ഹൈക്കോടതി പോയിരിക്കുകയാണ് ഗവൺമെൻറ്റിനെതിരെ. പക്ഷേ അതിന് ഏത് കാലത്താണ് ഇനി ഗവൺമെൻറ് നോട്ടീസ് അയക്കണം. അപ്പോൾ ഗവൺമെൻറ് കാര്യം പറയും. പിന്നെ അത് 10 കൊല്ലം വേണമെങ്കിൽ നീണ്ടുപോകും. ആ സമയത്ത് പലിശ എന്തുമാത്രം പോകും? അച്ഛനൊരു ഡേറ്റ് പറയാൻ പറയും. അതാ പ്രശ്നം. എന്ന് വെച്ചാൽ മാതാവ് അച്ഛനിലൂടെ എനിക്കൊരു ഡേറ്റ് പറയണം. അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. മാതാവ് അച്ഛനിലൂടെ ഒരു ഡേറ്റ് പറയണം. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല. ഒരു ഭാഗ്യ പരീക്ഷണമായതുകൊണ്ട് ഞാൻ വേറെ പല സീരിയസ് സബ്ജക്റ്റുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോകാൻ നേരത്ത് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നേ. പക്ഷേ പിന്നെ പുള്ളി പുറത്ത് പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതിന് തിരിച്ച് എന്നോട് ചോദിച്ചപ്പോൾ, അച്ഛാ ഒരു ഡേറ്റ് പറയുന്നത് പറയും. ഒരു ഡേറ്റ് പറയാം അച്ഛാ പറഞ്ഞു. എന്തിനാണ്? കോടതിയിൽ നിന്ന് സർക്കാരിൽ നിന്ന് കാശ് കിട്ടാനൊരു ഡേറ്റ് കോടതിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറയും. അപ്പോൾ ഞാൻ പറയും ഏപ്രിൽ എന്ന് പറയും. കാര്യം പുള്ളി പറയാതെ പോകത്തില്ല. ഏപ്രിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കും. ഞാൻ ഏപ്രിൽ പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് പണി വെക്കരുത് കേട്ടെന്ന് പറയും. അത് ദൈവമായിട്ടുള്ള പേഴ്സണൽ ബന്ധമാണ്. നമുക്ക് ദർശനത്തെ കണ്ടിട്ട് പറയണതല്ല. ഞാൻ ഏപ്രിൽ എന്ന് പറയും. ഏപ്രിൽ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മുഖത്ത് നോക്കും. ഞാൻ മാതാവിനെ അവിടെ എൻ്റെ മുറി വെച്ചിട്ടുണ്ട്. പറയും, അമ്മേ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. പക്ഷേ എന്താ പ്രശ്നം? ഇത് ഓണർ ചെയ്യേണ്ട ചുമതല ആർക്കാണ്? അമ്മയ്ക്കാണ് ചുമതല. നമുക്കൊന്നും അമ്മ വെറുതെ പറയാതെ ഈ മനുഷ്യൻ പോകത്തില്ല. പറയാതിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ എന്നോട് പറയാം. പിന്നെ പുള്ളിക്കാരൻ പറയും, അച്ഛാ അങ്ങനെ പറഞ്ഞ ഡേറ്റ് പറയാൻ പറയും. ഞാൻ പറയും 14 എന്ന് പറയും. ഡേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. പിറ്റേ ദിവസം അത് ഏപ്രിൽ പറഞ്ഞ മാർച്ച് 13-ാം തീയതി നടന്ന സംഭവമാണ്. മാർച്ച് 14-ാം തീയതി എന്നെ വിളിച്ച് പറഞ്ഞ്, അച്ഛാ അമ്മ കോടതി വന്നിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞ്. എന്താ പറഞ്ഞിരിക്കണത്? ഒരു നോട്ടീസ് പോലും സർക്കാരിന് ഇഷ്യൂ ചെയ്യാതെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർഡർ ഇട്ടിരിക്കുകയാണ്. 60 ദിവസം, 14 തൊട്ട് 60 ദിവസം, 60 ദിവസത്തിനുള്ളിൽ കാശ് കൊടുത്തു തീർക്കാൻ വേണ്ടി.
ദാറ്റ് മീൻസ് ആ 14 തന്നെ പറഞ്ഞ ഡേറ്റ് തന്നെ ഹോണർ ചെയ്തിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 14 പറഞ്ഞിട്ട് അമ്മയുടെ മുഖത്ത് നോക്കിയില്ലേ, അമ്മയെ കണ്ടാണ് പറഞ്ഞിരിക്കണം, അല്ലാതെ ഞാൻ വേറെ ദർശനം കണ്ട് പറഞ്ഞതല്ല, അമ്മയെ ആശ്രയിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അതായത് ബന്ധമെന്ന് പറയുന്നത് അതാണ്. നിങ്ങൾ ഉടമ്പടിയിലോട്ട് പോകുമ്പോൾ ഇത്തരം ഒരു ബന്ധം ദൈവമായിട്ട് ഉണ്ടാക്കണം. അല്ലാതെ ഓരോ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഓടി വന്ന് തിരികെത്തിച്ച് പിന്നെ ഉതിക്കെടുത്തി പിന്നെ തോന്നിയ വാസം പോലെ നടന്ന് പിന്നെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഓടി മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ മാതാവ് മോസസിനോട് ദൈവം പറഞ്ഞ പോലെ എനിക്ക് നിന്നെ അറിയാമെന്ന് പറയും. എനിക്ക് നിന്നെ അറിയാവുന്ന ദൈവം പറഞ്ഞോട്ടൊരു കുഴപ്പമില്ല. പക്ഷേ മോസസിനോടെ കുറിച്ച് പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് പറയണം, നെഗറ്റീവായിട്ട് പറയാൻ പറ്റരുത്. ദൈവം അതും പറയും. അതാ വിഷയം. നമ്മളെക്കുറിച്ച് ഉടമ്പടിയുടെ കാലം കഴിയുമ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു അസസ്മെൻ്റ് ഉണ്ടാകണം. എന്താണ്? എനിക്ക് നിന്നെ അറിയാം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, മോസസിനോട് നീ പറഞ്ഞതുപോലെ എന്നെക്കുറിച്ച് നീ പറയാൻ അത്രയും ആത്മാർത്ഥമായ ആഴമായ ഒരു ബന്ധം ദൈവമേ ഈ പാവപ്പെട്ടവളുമായി പാവപ്പെട്ടവനുമായി അങ്ങ് സ്ഥാപിക്കണമേ. അതിന് ഉടമ്പടിയെ അങ്ങ് ക്രമീകരിക്കണമേ. നല്ല ഉടമ്പടിയുടെ പ്രയോക്തായി ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികടേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ എഴുന്നേൽക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 15-126-56 ഒറ്റ നമ്പറല്ല, 3 നമ്പറാണ്. 15 ഒരു നമ്പർ, 126 നമ്പർ, 56 വേറെ നമ്പർ. ഈ നമ്പറിന് പ്രാധാന്യമുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ദൈവികമായ അനുഗ്രഹത്തിൻ്റെ സൂചനകളാണ്. അത് വെച്ച് അവർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവിക സന്ദേശത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ സന്തോഷിക്കണം. കാര്യം ഇന്നത്തെ ധ്യാനത്തെ കേട്ടതുപോലെ ദൈവം സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം എപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സമീപസ്ഥനാകണത് എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്. ഹൃദയം തകർന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൈവീശിക്കൊണ്ട് സങ്കീർത്തനങ്ങൾ 145:18. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്
ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് അവർ 34 എടുത്തേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ. 34-ാം സങ്കീർത്തനം 18-ാം തിരുവചനം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട, ഇതാണ് കാലാവസ്ഥ. കർത്താവ് അടുത്ത് വരുന്ന കാലാവസ്ഥയാണ്. എന്താണ്? പറഞ്ഞ ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവ് സമീപസ്ഥനാണ്. മനം തകർന്നവർക്ക് അവിടുന്നാണ് രക്ഷകൻ. സങ്കീർത്തനം 34:18 വചനമാണ്. അതായത് നമ്മൾക്ക് എപ്പോഴാണ് ഹൃദയം നുറുങ്ങിയത്, എപ്പോഴാണ് ജീവിതം തകർന്നിരിക്കുന്നത്, അപ്പോഴാണ് ദൈവം നമുക്ക് അടുത്ത് അനുഭവിക്കാൻ പറ്റുന്ന കാലാവസ്ഥയാണത്. അത് മനസ്സിലാക്കിയിട്ട് നിരാശപ്പെടാതെ പ്രാർത്ഥനയിലും സൽപ്രവർത്തികളിലും നമ്മുടെ വിശ്വാസത്തെ സാധൂകരിച്ചുകൊണ്ട് മുന്നേറണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. സന്തോഷമായിട്ട് സ്വന്തം തലയിൽ കൈവെക്കുക. കർത്താവാണ് നിൻ്റെ തലയിൽ കൈവച്ചിരിക്കണം നീ ബോധ്യപ്പെടുക. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഞാൻ ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. ഓൺലൈനിലുള്ളവരെ ഈ ധ്യാനം ഏത് കാലത്ത് കേട്ടാലും അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാം. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചെല്ലുകയോ കർത്താവിനെ സ്തുതിക്കുകയോ ചെയ്യട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഓരോ മകന് വേണ്ടി മകൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ. എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള മക്കൾ ആരെല്ലാം എപ്പോഴെല്ലാം എവിടെയെല്ലാം ഈ സമയം ഈ ധ്യാനം കൂടുന്നുവോ അവിടെ എല്ലാം കർത്താവേ അമ്മേ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഓരോ അവയവങ്ങളിലും കർത്താവ്, ഓരോ കോശങ്ങളിലും പേശികളിലും അസ്ഥികളിലും ഞടിഞ്ഞെരുമ്പുകളിലും ധമനികളിലും ബിന്ദുക്കളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഓരോ ധമനികളിലും ഓരോ പേശികളിലും ഓരോ കോശങ്ങളിലും ധമനികളിലും അസ്ഥിക്കുഴികളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ക്യാൻസർ രോഗങ്ങൾ, മാരക രോഗങ്ങൾ, തിരവേദികൾ യേശുവിൻ നാമത്തിലെ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ നാമം ഈ ആരാധനയുടെ മഹത്വപ്പെടുത്തണമേ, സാക്ഷികളാക്കി ഉയർത്തണമേ. യേശുവേ കൈകൾ തന്നെ എടുത്ത് 2 കൈകളും വയറിൽ വെക്കുക. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഉദരസംബന്ധമായ രോഗങ്ങൾ ഉള്ള നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ അറിവിൽപ്പെട്ട ആരെങ്കിലും ഉദരത്തിൽ ക്യാൻസർ, മക്കളില്ലാത്തവർ, പാങ്ക്രിയാസ് രോഗങ്ങൾ, കുടൽ രോഗങ്ങൾ, പഴുപ്പ് രോഗങ്ങൾ, നടുവെല്ലിൻ്റെ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, കരട് രോഗങ്ങൾ, PCOD രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, അർസസ് രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, രക്തംപൊക്കിൻ്റെ രോഗങ്ങൾ, മൊത്തമറിയാതെ പോകുന്ന രോഗങ്ങൾ, എല്ലാ രോഗങ്ങളും സുഖപ്പെടാൻ വേണ്ടി ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്ന കർത്താവേ,
കർത്താവ് സഭയിലെ സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവെ 38 വർഷമായി അർപ്പിച്ച യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ മാർഗരോഗങ്ങൾ, തീരാവേദികൾ, കിഡ്നി രോഗികൾ, നടുവേ രോഗങ്ങൾ, അസ്ഥി രോഗങ്ങൾ, ഉത്തര രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. രണ്ട് കൈ നെഞ്ചത്ത് വെക്കുക. ശ്വാസകോശ രോഗങ്ങൾ, അസ്മ രോഗങ്ങൾ, ഹൃദയത്തിൻ്റെ അസുഖങ്ങൾ, തൈറോയ്ഡ് രോഗങ്ങൾ, ടോൺസൈൽ രോഗങ്ങൾ, പതിരയിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ വേണ്ടി ഈശോ നാമത്തിൽ സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്ത് കർത്താവേ, കർത്താവ് നിന്റെ തിരുമുറി പാർന്ന് വലുതുകരം കർത്താവ് നെഞ്ചിൽ വെക്കണം. പ്രാർത്ഥന കർത്താവേ, ബ്രസ്റ്റ് ക്യാൻസറുകൾ കർത്താവേ, നെഞ്ചിൻ്റെ മറ്റ് രോഗങ്ങൾ കർത്താവേ, നെഞ്ചിന് ശ്വാസമെടുക്കാൻ പറ്റാത്ത അവസ്ഥ കർത്താവേ, ന്യൂമോണിയ, ടൈഫോയിഡ് രോഗങ്ങൾ കർത്താവേ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ കർത്താവേ, പിൻകഴുത്തിൻ്റെ രോഗങ്ങൾ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ പതിര് രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. എൻ്റെ മക്കളെ നെറ്റിയിൽ കൈവെക്കുക. രണ്ട് കൈകളും ചേർത്ത് നെറ്റി വെക്കുക. നിങ്ങളുടെ രോഗം മാത്രമല്ല, നിങ്ങൾ വീട്ടിലുള്ളവർ, അയൽവാസികൾ, നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി പോലും അവർക്ക് രോഗങ്ങളുണ്ടെങ്കിൽ സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവഭവനത്തിലെ കാവൽക്കാരെ മാറാൻ വേണ്ടി ദൈവത്തിൻ്റെ നിശ്ചയം പോലെ ഉടമ്പടിയിലൂടെ നീ ആത്മബന്ധം ഉണ്ടാക്കാൻ പോകുന്ന സമയമാണിത്. ശത്രുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൻ്റെ നെറ്റിയിൽ ശിരസ് കൈവച്ചുകൊണ്ട് എല്ലാവരുടെയും തലച്ചോറിന് വേദനയുള്ളവരുണ്ട്, ബ്രെയിൻ ക്യാൻസർ ഉള്ളവരുണ്ട്, തലച്ചോറിൽ വെള്ളം കെട്ടി നിൽക്കുന്നവരുണ്ട്, മൂക്കിന് കർത്താവെ വളഞ്ഞിരിക്കുന്നവരുണ്ട്, കണ്ണിന് കാഴ്ചക്കുറവില്ലാത്തവരുണ്ട്, ചെവിക്ക് കേൾവിയില്ലാത്തവരുണ്ട്, സംസാരിക്കാൻ പറ്റാത്തവരുണ്ട്, സംസാരിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം തൊണ്ടകളിൽ കർത്താവ് സ്പർശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതിക്കണമേ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യത്തിൽ എല്ലാ മാർഗരോഗങ്ങൾ, ശിരസ് സംബന്ധമായ മുഴുവൻ രോഗങ്ങൾ, ഉച്ചമുതൽ ഉള്ളംകാൽ വരെയുള്ള എല്ലാ അസ്ഥി രോഗങ്ങൾ, പേശി രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ, ന്യൂറോ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട. എൻ്റെ മക്കളെ, നമ്മളിപ്പോൾ മുട്ടുനിൽക്കുന്നത് അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ജോലി, വീട്, വിവാഹം, സ്ഥലം, വഴി, പ്രൊമോഷൻ, പരീക്ഷ, റിസൾട്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പരീക്ഷയിലാണ് കേട്ടോ. അപ്പം എല്ലാ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. SLC-ക്കാരുണ്ട്, +2 ഉണ്ട്, +1 ഉണ്ട്, ഡിഗ്രിക്കാരുണ്ട്, പ്രൊഫഷണൽ പരീക്ഷക്കാരുണ്ട്. ജപ്തി നടപടി നേരിടാൻ പോകുന്നവരുണ്ട്, ലേലം നിശ്ചയിച്ചു പോയിട്ടുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ജയിലിലായപ്പെട്ടവരുണ്ട്, കേസായി പോയവരുണ്ട്. വ്യത്യസ്തങ്ങളായ സങ്കടങ്ങളിൽ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ അകന്ന് ജീവിക്കുന്നവരുണ്ട്, ഒരുമിച്ച് കഴിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, വഴക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, കോടതി കേസുകൾ അനുകൂലമായി വിധിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്.
എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, ഏതെല്ലാം മക്കൾ ഭൗതികമായ ജീവിത സാഹചര്യങ്ങളിൽ തടസ്സം അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളം 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷമാറാനും മധ്യസ്ഥത്തിൽ ജീവിത ദുരിതങ്ങൾ തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 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 എല്ലാ ജീവിത ദുരിത തടസ്സങ്ങൾ മാറിപ്പോയിക്കൊണ്ട് കർത്താവേ, നാമേ പ്രാർത്ഥനാപൂർവ്വം ഇരുന്നും അവനുമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മുട്ടനിക്കുക. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവസ്നേഹ നിലപാടുകളിലൂടെ ദൈവപിതാവ്, എനിക്ക് നിന്നെ നന്നായി അറിയാം, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് പറയത്തക്ക വിധം ഞങ്ങളുടെ ദൈവസ്നേഹം വർദ്ധിപ്പിക്കണമേ. ഉടമ്പടിയോട് കൂടുതൽ വിശ്വസ്തയോടെ പാലിച്ച് നിബന്ധനകൾ പാലിച്ച് മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ